കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ നമുക്ക് വീണ്ടും ദൈവവചന പഠനമായിട്ട് ഒരുമിച്ച് സംഗമിപ്പാൻ ദൈവാത്മ നൽകിയ നല്ല സാവകാശനായിട്ട് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്നലെ മീൻസ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇന്നലെ എന്ന് പറയുന്നത് മിനിഞ്ഞാന്ന്, അതായത് ചൊവ്വാഴ്ച നമ്മൾ 7 പാർട്ടുകളായിട്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായത്തെ നമ്മൾ പഠിച്ചു. നിങ്ങൾ ഒരു ഉണർവിനായിട്ട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, കിങ്ഡം വെളിപ്പാടിൽ വളരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതിന് ഏറ്റവും അധികം ടിപ്പുകൾ, അതിൻ്റെ റൂട്ടുകൾ നിങ്ങൾക്ക് തുറന്നു വരുന്ന പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഒന്നും കൂടെ കാണാൻ പോവുകയാണ്. 5, 6, 7 അധ്യായങ്ങളിലാണ് കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ആഴമായിട്ട് ദൈവാത്മ തുറന്നു വരുന്നത്. ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിനകത്തുള്ള പണിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു നിർത്തി. അപ്പം ഒരു വ്യക്തിയുടെ അകത്ത് പണി നടക്കുമ്പോൾ ആ പണി നടത്തുന്നത് ദൈവാത്മാവ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സഭ പണിയുന്നത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടിലാണ്. ഒരു വ്യക്തിത്വത്തെ പണിയുന്നത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുറക്കുന്ന ജീവനിലൂടെയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ പണി നടക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ 3 വിധത്തിലുള്ള അറ്റാക്കുകൾ, പരിശോധനകളോ പ്രശ്നങ്ങളോ വരാം. 1 ഉയരത്തിൽ നിന്ന്, 2 സമൂഹത്തിൽ നിന്ന്, 3 ചുറ്റുപാടുകളിൽ നിന്ന്. നമ്മളതിന് 3, 1 ഉയരത്തിൽ നിന്ന് പെയ്യുന്ന മഴ, 2 ചുറ്റും നിന്നടിക്കുന്ന ഒഴുകി വരുന്ന നദികൾ, 3 അടിക്കുന്ന കാറ്റ്. 1 അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് പെയ്യുന്ന മഴ, 2 ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞ് അടിക്കുന്ന ഒഴുകി വരുന്ന നദി, 3 പറപ്പിച്ച് കളയുമെന്ന് പറഞ്ഞടിക്കുന്ന കാറ്റ്. ഇത് 3 1 ദൈവത്തിൽ നിന്ന് വരുന്ന പരിശോധനകൾ, 2 മനുഷ്യരിൽ നിന്ന് വരുന്ന ടെസ്റ്റുകൾ, 3 പൈശാചിക സാമ്രാജ്യം കൊണ്ടുവരുന്ന ചുറ്റും നമ്മുടെ കൊണ്ടുവരുന്ന അനർത്ഥങ്ങൾ, മോഹങ്ങൾ, പ്രശ്നങ്ങൾ. ഇത് 3നെ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ, വചനം കുറേ മനപ്പാഠം പഠിച്ച് പണിയുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. വചനത്തിൻ്റെ വെളിപ്പാടുകൾ നിങ്ങളുടെ അകത്ത് തുറക്കുമ്പോൾ, റൂട്ടുകൾ തുറക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ലൈഫ് ഓപ്പൺ ആകും. റൂട്ടുകൾ തുറക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ അകത്ത് തുറക്കേണ്ടത് നീതീകരണത്തിൻ്റെ വെളിപ്പാടാണ്. അപ്പോൾ നിങ്ങളുടെ അകത്ത് ലൈഫ് തുറക്കും. അത് നമ്മൾ രാവിലെ പ്രാർത്ഥനയിൽ പറഞ്ഞിരുന്നു, വീണ്ടും ഞാനത് ആവർത്തിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ദൈവാത്മ നമ്മുടെ അകത്തൊരു പണി നടത്തുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ 8-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ 4-ാം അധ്യായത്തിലാണ് കർത്താവിൻ്റെ 3-ാം അധ്യായത്തിലാണ് രാജകീയ അഭിഷേകം നടക്കുന്നത്. രാജകീയ അഭിഷേകം നടക്കുന്നത് 3-ാം അധ്യായത്തിലാണ്. രാജകീയ ടെസ്റ്റ് നടക്കുന്നത് 4-ാം അധ്യായത്തിലാണ്. രാജാവിൻ്റെ മിനിസ്ട്രി ആരംഭിക്കുന്നത് 4-ാം അധ്യായത്തിലാണ്. ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. വീണ്ടും ഒന്നും കൂടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അന്നത്തെ നോട്ട് മറന്നു പോയവരും അരണയുടെ സ്വഭാവം അല്ലെങ്കിൽ അരണയുടെ ഓർമ്മയുള്ളവരും വീണ്ടും എഴുതി വയ്ക്കുക. 3-ാം അധ്യായത്തിലാണ് രാജകീയ അഭിഷേകം നടന്നത്. 4-ാം അധ്യായത്തിലാണ് രാജകീയ ടെസ്റ്റ് നടക്കുന്നത്. 4-ാം അധ്യായത്തിലാണ് രാജകീയ ശുശ്രൂഷ ആരംഭിക്കുന്നത്. രാജകീയ അഭിഷേകവും രാജകീയ ടെസ്റ്റും കഴിഞ്ഞാൽ രാജകീയ അഭിഷേകം ആരംഭിക്കും. രാജകീയ അഭിഷേകവും രാജകീയ ടെസ്റ്റും നടന്നാൽ രാജകീയ ശുശ്രൂഷ ആരംഭിക്കും. കിങ്ഡം അനോയിന്റിംഗ് പ്ലസ് കിങ്ഡം ടെസ്റ്റ് ഈസ് ഈക്വൽ ടു കിങ്ഡം മിനിസ്ട്രി. കിങ്ഡം മിനിസ്ട്രി ഒരു വ്യക്തിയിൽ ആരംഭിക്കുമ്പോൾ ആ വ്യക്തിയിൽ കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷൻ അറിവുള്ള ആളായിരിക്കണം. കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് 3, 4, 5, 6, 7 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കൂടുതൽ ഡൗട്ട് ചോദിച്ചാൽ ക്ലാസ് 12:45 തീരേണ്ടത് 1:45 അതുകൊണ്ട് അത്യാവശ്യം മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടോപ്പിക് ബേസ് ഇപ്പോൾ പറയാം. ടോപ്പിക്കിൽ ഞാൻ പറയുന്നു. 1, കിങ്ഡം അനോയിന്റിങ്. കിങ്ങിൻ്റെ ജനനമുണ്ട് അധ്യായം 2-ൽ. കിങ് ജനിച്ചു. പക്ഷെ കിങ്ഡം അനോയിന്റിങ്ങിനെ കുറിച്ച് പറയുന്നത് 3-ാം അധ്യായത്തിലാണ്. 4-ാം അധ്യായത്തിൽ കിങ്ഡം ടെസ്റ്റിനെ കുറിച്ച് പറയുന്നു. 4-ാം അധ്യായത്തിൽ കിങ്ഡം മിനിസ്ട്രി ആരംഭിക്കുന്നു. 5, 6, 7 അധ്യായങ്ങളിൽ കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷൻ അവതരിപ്പിക്കുന്നു. 8-ാം അധ്യായത്തിൽ വീണ്ടും കിങ്ഡം മിനിസ്ട്രി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ യേശുക്രിസ്തു ചെയ്ത ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അന്ത്യകാല ഉണർവിനകത്ത് പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, വ്യക്തികളുടെ പുറകെ ഒഴുകാതെ, ഉപരിമണ്ഡലത്തിലെ വെറും ചലനങ്ങളുടെ പുറകെ ഒഴുകാതെ,
വ്യവസ്ഥാപിതമായി ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും നിങ്ങളെ അതിന് ഒരുക്കുകയും ചെയ്താൽ ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായ കിങ്ഡം മിനിസ്ട്രി നിങ്ങളിലൂടെ തുറക്കും. അതിനായി ദൈവം കിങ്ഡം അനോയിന്റിങ് നിങ്ങളുടെ മേൽ ദൈവാത്മാവ് തുറന്നിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പോടെ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളുടെ അകത്തേക്ക് തരികയാണ്. ഓക്കെ, നമ്മളൊന്നുകൂടെ അതിനകത്തേക്ക് പോകും. ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ ബാക്കി മേഖലകളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വിശദീകരണം, വിഷയത്തിൻ്റെ വിശദീകരണമല്ല, ടോപ്പിക് വൈസ് അതിൻ്റെ വിശദീകരണം ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ വേഗം പറയാം. കാരണം അന്ന് ക്ലാസ് എടുത്തപ്പോൾ ഇല്ലാത്ത പലരുള്ളത് കൊണ്ട് നിങ്ങൾക്കതിനകത്തൊരു ഒന്നും കൂടെ അത് പറയണമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ വേഗം പറയാം. ഇല്ല, കറക്റ്റായി. ഇത്ര മിടുക്കരാണോ നിങ്ങൾ? അപ്പം സ്നേഹ സിസ്റ്റർ പറഞ്ഞ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് 3-ാം അധ്യായത്തിൽ എന്താണ്, 4-ാം അധ്യായത്തിൽ എന്താണ്, 5, 6, 7 അധ്യായത്തിൽ എന്താ ഒന്ന് വേഗം പറഞ്ഞ്. അല്ലെങ്കിൽ ആരെങ്കിലും ആൾ എഴുതി വെച്ച ആൾ പറഞ്ഞ ആൾ വേഗം ഒന്ന് പറഞ്ഞ്. മൂന്നാം അധ്യായത്തിൽ രാജകീയ അഭിഷേകം. ഓക്കെ. 4-ാം അധ്യായത്തിൽ കിങ്ഡം മിനിസ്ട്രി. അല്ല, തെറ്റി. 4-ാം അധ്യായത്തിൽ ആദ്യം വേറൊന്നുമുണ്ട്. കിങ്ഡം ടെസ്റ്റ് ഉണ്ട്. കിങ്ഡം ടെസ്റ്റ് ഉണ്ട്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ദൈവം പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. നിങ്ങൾ അഭിഷേകത്തിൽ വളരും തോറും നിങ്ങളുടെ ജീവിതത്തിൽ ടെസ്റ്റുകൾ വർദ്ധിക്കും. നിങ്ങൾ നന്നാകാൻ തുടങ്ങിയപ്പോഴല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നേ? ആണോ? വചനം പഠിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി പ്രശ്നം വന്നില്ലേ? അത് തന്നെ കാര്യം. നിങ്ങൾ വളരാൻ തുടങ്ങിയാൽ ടെസ്റ്റുകൾ വർദ്ധിക്കും. ടെസ്റ്റുകൾ വർദ്ധിക്കും. കിങ്ഡം ടെസ്റ്റ് പാസ്സായാൽ കിങ്ഡം മിനിസ്ട്രി ഓപ്പൺ ആകും. കിങ്ഡം ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ വീണ്ടും പരീക്ഷ എഴുതാം. 4-ാം അധ്യായം 10 വട്ടം എഴുതുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. എത്ര ഗുളിക കഴിച്ചാലും രോഗം മാറണം. അപ്പം എന്ന് പറഞ്ഞതുപോലെ എത്ര വട്ടം പരീക്ഷ എഴുതിയാലും കുഴപ്പമില്ല, പരീക്ഷ ജയിക്കണം എന്ന് പറഞ്ഞതുപോലെ കിങ്ഡം ടെസ്റ്റുകൾ ജയിച്ചാൽ കിങ്ഡം മിനിസ്ട്രി ഓപ്പൺ ആകും. അർത്ഥം നമുക്ക് അവിടെ നിന്ന് ഒരു പാഠം കിട്ടുന്നു. പരിശുദ്ധാത്മാവ് അയക്കുന്ന ഈ ഉണർവിനകത്ത്, വരുന്ന ഉണർവിനകത്ത് നിങ്ങൾ പ്രയോജനപ്പെടണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, ആരാധിക്കണം, വചനം ധ്യാനിക്കണം, ഒക്കെ നല്ലതാണ്. പക്ഷെ നിങ്ങൾ ജയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൂടെ മിനിസ്ട്രി ഓപ്പൺ ആകില്ല. ഒരു ഭയങ്കര വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ് പറഞ്ഞത്. ആരും അതിന് കൈപൊക്കി ആമേനൊന്നും പറയില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്നാലും ഞാൻ ആരെങ്കിലും ഒന്ന് ചിരിക്കുന്നെങ്കിലും വിചാരിച്ചു. ഓക്കെ, സാരമില്ല, പോട്ടെ. അത് ദൈവാത്മാവ് നമ്മുടെ അകത്ത് തുറക്കട്ടെ. ഇനി നമ്മൾ ഇതിനകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, രാജാതിരാജാവായ ക്രിസ്തുവിൻ്റെ മേൽ അഭിഷേക തൈലം ഒഴിക്കപ്പെട്ടിരിക്കുന്നു. അത് യോർദാന്റെ കടൽ വെച്ച് അവൻ്റെ മേൽ ചൊരിഞ്ഞ അഭിഷേകം രാജകീയ അഭിഷേകമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടപ്പോൾ നമ്മൾ ഒരു ശരീരമായി, ക്രിസ്തു തലയും നമ്മൾ ശരീരവുമായ ഒരു ബോഡിയായി മാറി. ബോഡിയായ ക്രിസ്തുവിൻ്റെ മേൽ വീണിരിക്കുന്നത് രാജകീയ അഭിഷേകമാണ്. അപ്പൊ നിങ്ങൾ ക്രിസ്തുവിനോടും സഭയോടും ചേരും തോറും നിങ്ങളിൽ ഒഴുകുന്നത് ഇതേ അഭിഷേകമാണ്. കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? വ്യത്യസ്തമായ അഭിഷേകങ്ങളല്ല ചൊരിയപ്പെടുന്നത്. സഭയോട് ചേരുന്നവരുടെ മേൽ തുറക്കുന്ന മൊത്തം രാജകീയ അഭിഷേകമാണ്. കിങ്ലി അനോയിന്റിങ് ആണ് നിങ്ങളുടെ മേൽ വീഴുന്നത്. കാരണം നമ്മളെല്ലാം അവന്റെ ശരീരമാണ്. ഇനി ആ അഭിഷേകത്തിനകത്ത് തന്നെ വ്യത്യസ്ത മേഖലകളിലേക്കുള്ള വിളികളുണ്ടാകാം. പക്ഷെ വീഴുന്ന അഭിഷേകം രാജകീയ അഭിഷേകമാണ്. അത് അഹരോന്റെ തലയിൽ നിന്ന് താടിയിലൂടെ ഒഴുകി വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് ഒഴുകുന്നത് പോലെ ക്രിസ്തുവാകുന്ന ദൈവസഭയാകുന്ന കർത്താവിന്റെ ദൈവസഭയാകുന്ന ദൈവമർമ്മത്തിന്റെ തലയാകുന്ന ക്രിസ്തുവിൽ ചൊരിയപ്പെട്ട് ശരീരമാകുന്ന നമ്മിലേക്ക് അത് ഇങ്ങനെ ഒഴുകി വരികയാണ്. നിങ്ങൾ എത്രത്തോളം ക്രിസ്തുവിനോടും സഭയോടും ചേരുന്നുവോ അത്രത്തോളം ഇത് നിങ്ങളുടെ അകത്ത് ശക്തിയോടെ ശക്തിപ്പെടാൻ തുടങ്ങും. നമ്മുടെ പ്രാർത്ഥന നല്ലതാണ്, ആരാധന നല്ലതാണ്, വചനപഠനം നല്ലതാണ്. പക്ഷേ ലോകവ്യാപകമായി കർത്താവിന് ഒരു ശരീരമുണ്ട്, മാർമിക ശരീരമുണ്ട്. ആ ശരീരത്തോട് നിങ്ങൾ ചേരും തോറും നിങ്ങളുടെ അകത്തുള്ള റെവലേഷൻ വർദ്ധിക്കും തോറും നിങ്ങളുടെ അകത്ത് അഭിഷേകം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നിങ്ങളൊരു കുളത്തിൽ കിടക്കുന്ന തവളയെ പോലെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ഭാര്യയും മക്കളും നിങ്ങളുടെ സഭയും എന്ന് പറഞ്ഞ് നടന്നാൽ ഇത് നിങ്ങൾ തുറക്കുകയല്ല. നമ്മളെല്ലാം ദൈവം ഒരു ലോക്കൽ ചർച്ച് തന്നിട്ടുണ്ട്. ആ ചർച്ചിലൂടെ നമുക്ക്
ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, നമുക്ക് ആ ചർച്ചിനോട് നമുക്ക് കടപ്പാടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് നിങ്ങളെ വിടാത്തതും അതിനപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാടില്ലാത്തതുമാണെങ്കിൽ നിങ്ങളിൽ ഈ കിങ്ഷിപ്പ് അനോയിന്റിങ് ഓപ്പൺ ആകില്ല. കിങ്ഡം അനോയിന്റിങ് ഒരു ലോക്കൽ ചർച്ച് കൊണ്ട് ഒതുങ്ങുന്നതല്ല, കർത്താവിന്റെ മാർമിക ശരീരത്തിന് മേൽ തുറക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം 10 സെക്കൻഡ് തരാം, മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചാൽ പറയാം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഡൗട്ട് വരും നിങ്ങൾക്ക്. ഓക്കെ, ഒരു ഡൗട്ട്. പാസ്റ്റർ പറഞ്ഞു നമ്മുടെ സഭയോട് ചേരും. നമ്മുടെ സഭ പാസ്റ്റർ പഠിപ്പിക്കുന്ന രീതിയല്ല സഭയെ പഠിപ്പിക്കുന്നത്, സഭയെ ലോക്കലായിട്ടുള്ള പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഒരു മനസ്സുകൊണ്ടൊരു അതൃപ്തിയുണ്ട്. അതൃപ്തിയല്ല, അത്രത്തോളം വളർച്ച സഭയിൽ നിന്ന് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു മിനിസ്ട്രിയിലോട്ട് കയറാൻ പറ്റും. ഓക്കെ, നല്ല സംശയമാണ്. ഞാൻ ഈ സംശയത്തിന് ഒടുവിൽ നമ്മുടെ ക്ലാസ് 12:45 കഴിഞ്ഞ ശേഷം തിരക്കില്ലല്ലോ, ലീവാവില്ലല്ലോ, റീന സിസ്റ്റർ ലീവാകില്ലല്ലോ? ഇല്ല. ഓക്കെ, അതിന് ഞാൻ മറുപടി പറയാം. മാർമിക സഭയോട് ചേരുക എന്ന് പറയുന്നത് ഒന്നും കൂടെ ഒന്ന് വ്യക്തമായിട്ട് പറയാം. ക്രിസ്തുവിന്റെ ശരീരം അതൊരു മിസ്റ്റോറിക്കൽ ബോഡിയാണ്, അതൊരു മാർമിക ശരീരമാണ്. ലോകവ്യാപകമായി കർത്താവിന് ഒറ്റ ശരീരമേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട സകല വിശുദ്ധന്മാരും ആ സഭയുടെ ഭാഗമാണ്. ചിലപ്പോൾ അവർ ഉപദേശത്തിൽ ചെറിയ വീഴ്ചകൾ എവിടെയെങ്കിലൊക്കെ പറ്റിയിരിക്കാം, ചിലപ്പം അവർക്ക് ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിച്ചിരിക്കാം. പക്ഷെ ഇവരെല്ലാം കർത്താവിന്റെ ശരീരമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനോട്, ഞാൻ ഉഡായിപ്പുകാരുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, ഉഡായിപ്പുകാരുടെ കാര്യമല്ല പറഞ്ഞത്. ചിലപ്പോൾ വളർന്നവരുണ്ടായിരിക്കാം, വളരാത്തവരുണ്ടായിരിക്കാം, ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് കർത്താവിനൊരു ശരീരമുണ്ട്. അത് തൃശ്ശൂർ ശാലോ മാത്രമല്ല, എല്ലാ സഭകളും കൂടെ ചേർന്നതാണ് അവന്റെ ശരീരം. നിർമ്മല ആന്റി, അത് മനസ്സിലായോ? മനസ്സിലായി പാസ്റ്റർ. അത് ഉദ്ദേശിക്കുന്ന എല്ലാരെയും സ്നേഹിക്കണം എന്നുള്ള ഒരു ഇതാണോ പാസ്റ്റർ? അവിടേക്ക് നമുക്ക് വരാം. അത് ഞാൻ ആന്റി റീന സിസ്റ്റർ ചോദിച്ചതും നിർമ്മല ആന്റി ചോദിച്ചതും ഒരേ ചോദ്യത്തിന്റെ 2 വശങ്ങളാണ്. ഈ ക്ലാസ്സിന്റെ ശേഷം ഞാൻ വരാം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ക്ലാസ് ഇതിനകത്ത് കയറാൻ പറ്റില്ല. അപ്പം നമുക്ക് ഒടുവിലുള്ള സംശയ നിവാരണ സമയത്ത് അത് ചോദിക്കാം. അപ്പം ആ ഒരു റെവലേഷൻ നിങ്ങളിൽ തുറക്കും തോറും നിങ്ങളിൽ മിനിസ്ട്രി ഓപ്പൺ ആകും. ഞാൻ എൻ്റെ അനുഭവം കൂടെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അത് കൃത്യമായിട്ട് മനസ്സിലാകും. ഞാൻ ജനിച്ചു പറഞ്ഞ പശ്ചാത്തലത്തിൽ നിന്ന് എങ്ങനെ ഞാൻ അതിനെ ഓവർകം ചെയ്തു. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം ഞാൻ അനുഭവിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് നന്നായിട്ടത് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഈ മത്തായിയുടെ സുവിശേഷം 5, 6 അധ്യായങ്ങളിൽ 7 അധ്യായങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുകൊണ്ട് 4 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. 1 5:3, 2 5:10, 3 5:20, 4 7:21. ഇവിടെ 5:3 ആത്മാവിൽ നിങ്ങൾ ദരിദ്രരാകണം. ആത്മാവിൽ ദരിദ്രരായവർക്കാണ് സ്വർഗരാജ്യം ഉള്ളത്. 2 നീതി നിമിത്തം ഉപദ്രവം അനുഭവിക്കുന്നവർക്കാണ് ദൈവരാജ്യം ഉള്ളത്. ദൈവരാജ്യം നീതിയിൽ ബേസ്ഡ് ആണ്. അപ്പൊ കിങ്ഡം റിയാലിറ്റികളിലേക്ക് നിങ്ങൾ കയറണമെങ്കിൽ 1 നിങ്ങളുടെ ആത്മാവിനകത്തുണ്ടാകുന്ന വ്യതിയാനം, ആത്മാവിൽ ദരിദ്രരാകുക. എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം ഉണ്ട്. ഒട്ടുമിക്ക ട്രഡീഷണൽ അല്ലെങ്കിൽ എല്ലാം ഒട്ടുമിക്ക ആൾക്കാർ ചെറുത് എന്തെങ്കിലും ഒന്ന് തുറന്നു കഴിഞ്ഞാൽ അവരെന്തോ ആണെന്ന് ചിന്തിച്ച് മടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കിങ്ഡം അവരിലകത്ത് ഓപ്പൺ ആകാത്തത്. കിങ്ഡം ഓപ്പൺ ആകണമെങ്കിൽ 1 എപ്പോഴും മരണം വരെ നിങ്ങളുടെ അകത്തൊരു മൈൻഡ് സെറ്റിനകത്ത് നിങ്ങൾ ആത്മാവിൽ ദരിദ്രരാണ്, നിങ്ങൾ ഒന്നുമല്ല. നിങ്ങളുടെ അകത്ത് ഭയങ്കര വിശപ്പുണ്ടാകണം, ഭയങ്കര ആഗ്രഹമാണ്. മരിക്കുന്നത് വരെ നിങ്ങളുടെ അകത്ത് ഡിവൈൻ ട്രൂത്തുകൾ ഒന്നിനു മുറുകെ ഒന്ന് തുറക്കാനുള്ള ആഗ്രഹം നിന്റെ അകത്തുണ്ടാകണം, നിങ്ങളുടെ അകത്തുണ്ടാകണം. നിങ്ങളത് സൂക്ഷിക്കണം. പ്രായമുള്ള ഒരു അപ്പച്ചൻ 85, 82, 85, 90 വയസ്സുള്ള ഒരു അപ്പച്ചൻ്റെ അടുക്കൽ ഒരു സഹോദരൻ ദൈവദാസൻ ചെന്നപ്പോൾ ഈ അപ്പച്ചൻ ഇങ്ങനെ കാണാത്ത കണ്ണും കൊണ്ട് താൻ ബൈബിളിൽ ഓരോ വാക്യങ്ങളും ഇങ്ങനെ ചൂണ്ടി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെല്ലുന്ന അപ്പച്ചൻ ചോദിച്ചു, ചെല്ലുന്ന സഹോദരി, അപ്പച്ചൻ എന്താ ഇത്ര? അപ്പച്ചൻ ഈ ബൈബിളെല്ലാം മനപ്പാട് അറിയുന്ന ആളാണ് കേട്ടോ. അപ്പച്ച എന്താണ് ഇങ്ങനെ ചൂണ്ടി വായിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, മോനെ, ഏതെങ്കിലും ഒരു വചനം ഞാൻ എൻ്റെ പഠനവേളയിൽ വിട്ടുപോയോ? ഈ ഭൂമിയിൽ ഞാനിവിടെ ജീവിക്കുമ്പോൾ എന്നിൽ വെളിപ്പെടാനുള്ളത് വിട്ടുപോയോ? അത് ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ തിരുവചനം പരിശോധിച്ച പിതാക്കന്മാർ നമ്മുടെ പുറകിലുണ്ട്. ഓക്കെ, 4 വാക്യങ്ങൾ നിങ്ങൾ അത്
പഠിക്കുക. അത് ഞാൻ വിശദീകരിക്കാൻ പോയാൽ ഇപ്പോഴും സമയം നമ്മുടെ മുമ്പിൽ അതിക്രമിച്ചു പോകും. ഈ ലീനി സിസ്റ്റർ എനിക്ക് അധികം ടൈം തരുന്നില്ല. ആകെ 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ടൈം തരുന്നുള്ളൂ. നിങ്ങൾ വരാൻ ലേറ്റ് ആകുന്നു. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ട് 8-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും 8-ാം അധ്യായം വായിച്ചിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം നിങ്ങൾ വായിച്ചിട്ടുള്ളവരാണോ? 8-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ പ്രധാനമായ 4 സംഭവങ്ങൾ നിങ്ങൾക്ക് ഈ അധ്യായത്തിൽ കാണാം. 8-ാം അധ്യായത്തിൽ പ്രധാനമായ 4 സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാം. രാജകീയ ശുശ്രൂഷ കർത്താവ് രാജകീയ ടെസ്റ്റിന് ശേഷം, രാജകീയ കോൺസ്റ്റിറ്റ്യൂഷൻ തുറന്നതിന് ശേഷം മലയിൽ നിന്ന് ഇറങ്ങി വന്ന് രാജകീയ ശുശ്രൂഷ തുടരുകയാണ്. മത്തായിയുടെ നിങ്ങൾ 8-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്ന 4 സംഭവങ്ങൾ നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷം വായിച്ചാൽ ഈ ഓർഡറിലല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ ഓർഡറിലല്ല കാണാൻ പറ്റുന്നത് മർക്കോസ് സുവിശേഷം വായിച്ചാൽ. അതിന് കാരണം മത്തായി എഴുതുന്നത് ഇതിനകത്തുള്ള രാജാവിനെ കാണിക്കാനാണ്. രാജാവിനെ കാണിക്കാൻ ഉപദേശപരമായിട്ടാണ് താൻ എഴുതുന്നത് മത്തായിയുടെ എഴുത്തുകൾ. എന്നാൽ മർക്കോസിന്റെ എഴുത്തുകൾ ഉപദേശപ്രകാരമല്ല. മർക്കോസ് എഴുതിയിരിക്കുന്നത് ചരിത്രപരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഒരു സംഭവം 1 by 1 അങ്ങനെ എഴുതുന്നതിനെയാണ്. സംഭവങ്ങൾ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ എഴുതുന്നതിന് ചരിത്രപരമായിട്ടെന്നും, സംഭവങ്ങൾ ഉപദേശകരമായിട്ട് പറയുന്നതിന് ഉപദേശപരമായിട്ടെന്നും നമ്മൾ പറയും. അല്ലെങ്കിൽ അതിന് എങ്ങനെയാണത് പറഞ്ഞ്, ഇപ്പം ഞാൻ രക്ഷാതത്വശാസ്ത്രം ഞാൻ പഠിക്കുമ്പോൾ ഞാനത് ഉപദേശകരമായി പഠിപ്പിക്കാറുണ്ട്. രക്ഷയ്ക്കകത്ത് നടക്കുന്ന 7 ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. അത് ഉപദേശപരമായിട്ടാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ പലരും രക്ഷിക്കപ്പെട്ടതൊന്നും അറിയാണ്ടാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പം ഉപദേശപരമായിട്ട് പഠിപ്പിക്കുന്ന പഠനങ്ങളുണ്ട്. അത് ആദ്യം നടക്കേണ്ടത് പഠിപ്പിക്കുന്ന പഠനങ്ങളുണ്ട്. അപ്പം മത്തായി പറഞ്ഞിരിക്കുന്നത് ഉപദേശപ്രകാരമാണ്, മർക്കോസ് പറഞ്ഞിരിക്കുന്നത് ചരിത്രപരമാണ്, ലൂക്കോസും യോഹന്നാനും പറഞ്ഞിരിക്കുന്നത് അത് ധാർമ്മികപരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് ഒരു മനുഷ്യനാകിയാൽ ധാർമ്മികപരമായി മനുഷ്യനെ രക്ഷിക്കാൻ വന്ന രക്ഷകനായ കർത്താവ് അത് ധാർമ്മികപരമായിട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് അത് ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ വാക്യം പറയാം, ഇതൊന്നും വിശദീകരിക്കാൻ നേരമില്ല. മത്തായി പറഞ്ഞിരിക്കുന്നത് 8-ാം അധ്യായത്തിന്റെ 2 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസിന്റെ സുവിശേഷത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു 1:29 മുതൽ 2:1 വരെ വായിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഇത് ചരിത്രപരമായിട്ട് എഴുതിയിരിക്കുന്നത് കാണാം. അപ്പൊ ഇത് റോങ്, അതായത് മത്തായിൽ കാണുന്ന ഓർഡറിലല്ല നിങ്ങൾക്ക് മർക്കോസിൽ കാണാൻ പറ്റുന്നത്. ഇനി ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 38 മുതൽ അങ്ങനെ നിങ്ങൾ വായിച്ചാൽ 5-ാം അധ്യായമൊക്കെ വരുന്നത് വരെ നിങ്ങൾക്കിത് ധാർമ്മികപരമായിട്ട് ഒരു മനുഷ്യനെന്ന നിലയിൽ കർത്താവ് ഇത് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗവും വിടുകയാണ്. പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരുന്നു. അടുത്ത 45 മിനിറ്റ് കൊണ്ട് ഈ പുസ്തകത്തിനകത്തുള്ള പ്രധാനപ്പെട്ട മിസ്റ്ററി നമ്മൾ തുറക്കാൻ പോവുകയാണ്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ ആരെങ്കിലും പറയണം കേട്ടോ. ഞാനിപ്പോൾ ഒരു സിസ്റ്റർ വീഡിയോ ഓൺ ചെയ്ത് വന്ന് കണ്ടിരുന്നു. സിസ്റ്റർ UK എന്ന് കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ച സിസ്റ്ററാണോ? ഓക്കെ, ഈ ഇതിനകത്ത് 4 പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. 4 പ്രധാനപ്പെട്ട, ആരെങ്കിലും വായിച്ചായിരുന്നോ ഇത്? ആരെങ്കിലും വായിച്ചപ്പോൾ 4 ഉപദേശപരമായ സംഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? 4 സംഭവങ്ങൾ കിട്ടിയിരുന്നോ ഈ അധ്യായത്തിനകത്തുള്ള? ആരും മിണ്ടുന്നില്ല, ആരും മിണ്ടുകയില്ല. ഏതാ 4 ഏതാ പറഞ്ഞേ? 4 ഏതാ പറഞ്ഞു? വേഗം പറ, സമയം പോന്നു കളയരുത്. ഈ അധ്യായത്തിൽ 4 സംഭവങ്ങൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? സംഭവം വായിക്കാൻ പോയിട്ടുള്ളൂ. 8-ാം അധ്യായം മൊത്തം വായിക്കുമ്പോൾ ഇന്ന് തീരുകയില്ല, ക്ലാസ് തീരുകയില്ല. 1, കുഷ്ഠരോഗിയുടെ സൗഖ്യം. 2, ശതാധിപന്റെ ബാല്യക്കാരന്റെ സൗഖ്യം. 3, പത്രോസിന്റെ അമ്മായിമ്മയുടെ സൗഖ്യം. 4, കൂട്ടസൗഖ്യം. എല്ലാവർക്കും സൗഖ്യം, വന്നവർക്കും പോയവർക്കും ഒക്കെ സൗഖ്യം. 4 സൗഖ്യങ്ങൾ. അപ്പൊ കിങ്ഡം ടെസ്റ്റ് കഴിഞ്ഞ് കിങ്ഡം അനോയിന്റിങ് വീണ
രാജാവ് പർവ്വതത്തിന്റെ മുകളിലിരുന്ന് കിങ്ഡം മാനിഫെസ്റ്റോ പറഞ്ഞു കൊടുത്ത ശേഷം താഴേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ഇറങ്ങി വന്ന ശേഷം ഉടൻ തന്നെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന രാജാവ് ആദ്യം ചെയ്യുന്ന ശുശ്രൂഷ എന്താണ്? ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കുഷ്ഠരോഗിനെ സൗഖ്യമാക്കാൻ പോവുകയല്ല. ഇതിനകത്ത് കിങ്ഡം റെവലേഷനിൽ രാജകീയ അഭിഷേകത്തിൽ നിന്നുകൊണ്ട്, കിങ്ഡം മിസ്റ്ററിക്കകത്ത് നിന്നുകൊണ്ട്, കിങ്ഡം ഡോക്ടറിനകത്ത് നിന്നുകൊണ്ട് രാജാവ് ചെയ്ത ശുശ്രൂഷ പഠിക്കുകയാണ്. 4 കാലഘട്ടങ്ങളെ തൊടുന്ന, അല്ലെങ്കിൽ 4 മേഖലകളെ തൊടുന്ന തൊടലാണ് രാജാവ് സ്പർശിക്കുന്ന 4 മേഖലകളാണ് ഈ 4 അവസ്ഥകൾ, ഈ 4 വ്യക്തികൾ, ഈ 4 വിഭാഗങ്ങളിലൂടെ കർത്താവോട് നമുക്ക് പറഞ്ഞു വരുന്നത്. ഒന്നാം വാക്യവും 2-ാം വാക്യവും പെട്ടെന്ന് വായിച്ചു. 1-ാം വാക്യവും 2-ാം വാക്യവും. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്നു അവനെ നമസ്കരിച്ചു. കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ വായിച്ചാൽ പ്രധാനമായിട്ട് കാണുന്നത് 4 ടൈപ്പ് രോഗങ്ങളാണ്, 4 ടൈപ്പ് വ്യക്തികളാണ്. 4 ടൈപ്പ് ഒന്ന് കൂട്ടമായി നടക്കുന്നതാണ്, അതൊരു കൂട്ടമാണ്. അപ്പൊ ഞാൻ 4 എന്ന് പറയണം. 4 ടൈപ്പ് രോഗികൾ, 4 ടൈപ്പ് രോഗങ്ങൾ, 4 വിധത്തിലുള്ള സൗഖ്യങ്ങൾ. അപ്പൊ 4 വിഭാഗത്തെയും തൊടുന്ന അഭിഷേകത്തോടുകൂടെയാണ് രാജാവ് ഇറങ്ങി വരുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. ആദ്യം രാജാവ് തൊട്ടത് കുഷ്ഠരോഗിയാണ്. രാജാവ് അഭിഷേകം വ്യാപരിച്ച രാജാവ് ആദ്യം തൊട്ട് സൗഖ്യമാക്കിയത് കുഷ്ഠരോഗിയാണ്. 2-ാം വാക്യം വായിച്ചു. 2-ാം വാക്യങ്ങൾ ആരെങ്കിലും പെട്ടെന്ന് വായിച്ചു തരണേ, അല്ലെങ്കിൽ എന്റെ ടോപ്പിക്ക് 40 മിനിറ്റ് തീരുകയില്ല. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. അടുത്ത നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. 2 വാക്കുകൾ ശ്രദ്ധിക്കുക. ഒന്ന്, കുഷ്ഠരോഗി വന്ന് കർത്താവിനെ ആരാധിച്ചു. 2, കുഷ്ഠരോഗി യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചു. ഇത് രണ്ടും വിളിച്ചവർ യഹൂദനാണ് വിളിച്ചത്. അപ്പൊ യഹൂദന് യേശുവിനെ കർത്താവ് എന്ന് വിളിക്കാൻ പാടില്ല. ഒരു യഹൂദൻ യേശുവിനെ ആരാധിക്കാൻ പാടില്ല. കാരണം യഹൂദൻ ഒരു മനുഷ്യനെ അല്ല ആരാധിക്കുന്നത്, യഹൂദൻ ആരാധിക്കുന്നത് യഹോവയാം ദൈവത്തെയാണ്. ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തിയായി യേശു ഇറങ്ങി നിൽക്കുക. വേഗത കൂടുന്നുണ്ട് പറയണം കേട്ടോ. അപ്പോൾ ഇവിടെ കാണുന്ന ഒരു രോഗം ഒരു അക്ഷരീക രോഗം മാത്രമായിട്ട് നിങ്ങൾ കാണരുത്. ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ഒരു വ്യക്തി മാത്രമായിട്ട് കാണരുത്. ഇവിടെ ആദ്യം നിൽക്കുന്ന ഈ വ്യക്തി യഹൂദനെ പ്രതിനിധീകരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. യഹൂദന്റെ അകത്ത് ആദ്യം കുഷ്ഠരോഗിയായ യഹൂദന്റെ അകത്ത് അവന്റെ അകത്തൊരു വെളിപ്പാടുണ്ടാകുന്നു. ഇവൻ കർത്താവാണ്. 1. 2, ഇവൻ ആരാധിപ്പാൻ യോഗ്യനാണ്. 2 കാര്യങ്ങൾ അവൻ ചെയ്തിട്ട് അവൻ ചോദിക്കുകയാണ്, നിനക്ക് എന്നെ സൗഖ്യമാക്കാൻ മനസ്സുണ്ടോ? കർത്താവ് എന്ന് വിളിച്ചവൻ ആരാധിക്കുന്നു. കർത്താവ് യഹൂദനെ ആദ്യം തൊടുന്നു. യഹൂദനെ തൊടുന്നു. ശ്രദ്ധിക്കണം കേട്ടോ. കുഷ്ഠരോഗത്തിന്റെ പ്രത്യേകത ഇത് മത്സരത്തിൽ നിന്ന് വരുന്നതാണ്, ഇത് അനുസരണക്കേടിൽ നിന്ന് വരുന്നതാണ്. ഒരു വ്യക്തിയുടെ അന്തർഭാഗത്ത് മത്സരമോ അനുസരണക്കേടോ ഉണ്ടാകുമ്പോൾ ബാഹ്യ മേഖലകളിൽ തുറന്നു വരുന്നതാണ് കുഷ്ഠരോഗം എന്ന് പറയുന്നത്. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ മത്സരം പ്ലസ് അനുസരണക്കേട് ഈസ് ഈക്വൽ ടു കുഷ്ഠം. എന്നാൽ അനുസരണം ഈസ് പ്ലസ് വെളിപ്പാട് ഈസ് ഈക്വൽ ടു സൗഖ്യം. ഏലീശയുടെ അടുക്കൽ ഒരു കുഷ്ഠരോഗി വന്നു. വന്നപ്പോൾ കുഷ്ഠരോഗിയുടെ ഏലീശ പറഞ്ഞു, യോർദാനിലെ വെള്ളത്തിൽ പോയി 7 പ്രാവശ്യം മുങ്ങാൻ. അനുസരണം, ഇവൻ ആരാണെന്നുള്ള വെളിപ്പാടും പ്ലസ് അനുസരണവും രണ്ടും കൂടെ ചേർന്നപ്പോൾ കുഷ്ഠം സൗഖ്യമായി. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? മത്സരം പ്ലസ് അനുസരണക്കേട് ഈസ് ഈക്വൽ ടു കുഷ്ഠം. കുഷ്ഠം ആയ വ്യക്തി അനുസരണം പ്ലസ് വെളിപ്പാട്, അല്ലെങ്കിൽ വെളിപ്പാട് പ്ലസ് അനുസരണം സൗഖ്യം.
നല്ലൊരു കൂട്ടം ആത്മീക വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികൾ, അത് യഹൂദനാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, പെന്തക്കോസുകാരാകട്ടെ, നല്ലൊരു കൂട്ടം ആളുകളുടെ അകത്ത് മത്സരങ്ങളും അനുസരണക്കേടും നിൽക്കുക. മത്സരവും അനുസരണക്കേടും അകത്തുണ്ടെങ്കിൽ ദൈവം അതിനെ കാണുന്നത് കുഷ്ഠമായിട്ടാണ്. രാജ്യത്തിന്റെ വെളിപ്പാട് തുറക്കാൻ, രാജ്യം പ്രദർശിപ്പിക്കപ്പെടാൻ, ഒരു ഉണർവുണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ, രാജ്യജനമാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നീ മത്സരത്തിൽ നിന്നും അനുസരണക്കേടിൽ നിന്നും പുറത്തു വന്ന് ദൈവത്തിന്റെ മുമ്പിൽ അവൻ ആരാണ്, ക്രിസ്തുവിന്റെ മുമ്പിൽ അവൻ ആരാണ്, ക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാടിൽ കർത്താവിനെ നീ ആരാധിക്കാൻ തുടങ്ങിയാൽ നിന്റെ കുഷ്ഠം, മത്സരങ്ങളും സോറി കേട്ടോ, എൻ്റെ ഓക്കെ, നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം യേശുക്രിസ്തു, യഹോവയായ യേശുക്രിസ്തു ആദ്യം വന്ന് തൊട്ടത് മത്സരികളും അനുസരണം കെട്ട യഹൂദന്മാരെയാണ്. ശ്രദ്ധിക്കൂ, അഭിഷേകത്തിന് തൊടാൻ കരുത്തില്ലാത്ത ഒരു വിഭാഗം ഭൂമിയിലില്ല. അങ്ങനത്തെ ഒരു രാജകീയ അഭിഷേകമാണ് ക്രിസ്തുവിന്റെ മേൽ വീണത്. ആ അഭിഷേകമാണ് വളരുന്ന നിങ്ങളുടെ മേൽ തുറക്കുന്നത്. ഇതിനൊക്കെ ഒരു ആമ്യം പറയാൻ പറ്റുമെങ്കിൽ പറയണം കേട്ടോ. എത്ര വലിയ മത്സരിയാണെങ്കിലും, എത്ര വലിയ അനുസരണം കെട്ടവനാണെങ്കിലും, എത്ര വലിയ ബാഹ്യമായ കുഷ്ഠം ശരീരത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്നവനാണെങ്കിലും, വളരുന്ന ഒരു വ്യക്തിയുടെ മേൽ തുറക്കുന്ന അഭിഷേകം ഏത് മത്സരികളെയും തൊട്ടിരിക്കും. അത് തൊടുന്നതാണ് അക്ഷരാർത്ഥത്തിലെ ഉണർവെന്ന് പറയുന്നത്. ഒരു ആമേനെന്ന കരമ്പൊക്കി പറഞ്ഞു, ഒരു ആമേനെന്ന് ഉണർവ്, ഒരു ആമേനെന്ന് ശക്തിയോടെ കരമ്പൊക്കി പറഞ്ഞ കർത്താവിന്. അപ്പൊ നിങ്ങൾ രാജ്യജനമാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളിൽ മത്സരമോ അനുസരണക്കേടോ ഉണ്ടാകരുത്. കർത്താവ് വന്നത്, വൈദ്യൻ വന്നത് സൗഖ്യമാക്കാൻ തന്നെയാണ്. അവൻ ആദ്യം സൗഖ്യമാക്കിയത് യഹൂദനെയാണ്. ആദ്യം അവൻ തൊട്ടത് യഹൂദനെയാണ്. സമയബന്ധിതമായിട്ട് എനിക്ക് ഓടിപ്പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് രണ്ടാം പാർട്ടിലേക്ക് ചാടുകയാണ്. അപ്പൊ ഒന്നാം പാർട്ടിൽ കർത്താവ് യഹൂദനെ തൊട്ടു സൗഖ്യമാക്കി. മത്സരിയായ അനുസരണം കെട്ടവനെ തൊട്ടു സൗഖ്യമാക്കി. എന്നാൽ ഇവൻ പറയുന്നത്, കുഷ്ഠരോഗി പറയുന്നുണ്ട്, എന്നെ ഒന്ന് കൈ നീട്ടി തൊടാവെന്ന് ചോദിക്കുന്നുണ്ട്, ഇല്ലേ? അങ്ങനെ ഒരു വാക്യമില്ലേ അവിടെ? എന്നെ വൺ ഓ ക്ലോക്ക്. ഓക്കെ സോറി കേട്ടോ. ഓക്കെ, എവിടെ നിർത്തിയെന്ന് മറന്നുപോയി. ലിൻസി എന്നെ തൊടാമോ ചോദിച്ചു. ഓക്കെ. അപ്പൊ കുഷ്ഠരോഗിയെ കിടക്കേണ്ടത് പാളയത്തിന് പുറത്താണ്. പാളയത്തിന് പുറത്ത് അത്ര പോലും ഇവരുടെ സാമീപ്യമോ സ്പർശനമോ ഒരു യഹൂദന്റെ മേൽ വരാൻ പാടില്ല. അപ്പൊ ആ യഹൂദനാണ് പറഞ്ഞത്, നിനക്ക് എന്നെ ഒന്ന് തൊടാവോ എന്ന്. അപ്പം ആ തൊടാൻ ചോദിച്ച യഹൂദന്റെ അകത്തുള്ള വെളിപ്പാട് എന്താ? ആ കുഷ്ഠരോഗിയുടെ അകത്തുള്ള വെളിപ്പാടാരാ? എന്താ? ഇവൻ എന്നെ തൊടും, ഇവൻ തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും. ഇവൻ തൊട്ടാൽ സാധാരണക്കാർ തൊടുന്നത് പോലെയല്ല. ഇവൻ തൊട്ടാൽ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇവൻ തൊട്ടാൽ എന്നിലെ കുഷ്ഠം അങ്ങോട്ട് പകരുകയല്ല, അവൻ എന്നെ തൊട്ടാൽ അവന്റെ മേലുള്ളത് രാജകീയ അഭിഷേകമാകിയാൽ എന്റെ കുഷ്ഠത്തിന് പരിഹാരം ഉണ്ടാകും. രാജകീയ അഭിഷേകം ഒരു വ്യക്തിയിൽ വെളിപ്പെട്ടാൽ മത്സരങ്ങൾ, അനുസരണക്കേട് അവസാനിക്കാൻ തുടങ്ങും. ഒരാമയം പറഞ്ഞേരെ കർത്താവിന്, ഒരാമയം. നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു വ്യക്തി മത്സരിയായി ദൈവരാജ്യത്തോടും ദൈവവചനത്തോടും ദൈവസഭയോടും മത്സരിയായി, ആ വ്യക്തി മത്സരിയായി അനുസരണം കെട്ടവനായി നടക്കുമ്പോൾ നിങ്ങൾ അതിന്റെ പുറകെ വ്യാകുലപ്പെടരുത്. നിങ്ങളിൽ ഒരു അഭിഷേകം തുറക്കാൻ പ്രാർത്ഥിച്ചാൽ നിങ്ങളിൽ തുറക്കുന്ന അഭിഷേകത്താൽ നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള മത്സരികൾ കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കും. നിങ്ങൾ വളരാനായിട്ട് പഠിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ അഭിഷേകത്തെ വളർത്തുന്നവനാണ്. തൊട്ടാൽ കുഷ്ഠരോഗം പാടും, പക്ഷേ
തൊടാൻ കരുത്തോടെ ഒരുവൻ നിൽക്കുക. ഞാൻ തൊട്ടാൽ ഇത് ഇങ്ങോട്ട് പകരുകയല്ല, ഞാൻ തൊടാൻ കരുണയുള്ളവനായി സഹതാപമുള്ളവനായി ശുദ്ധീകരിക്കപ്പെട്ടവനായി ഞാൻ തൊട്ടാൽ തൊടുന്നവനെ ശുദ്ധീകരിക്കുന്നവനായി, തൊട്ടാൽ ശുദ്ധീകരിക്കപ്പെടുന്നവനായി, തൊടുന്നവനെ ശുദ്ധീകരിക്കുന്നവനായി എന്റെ മേൽ സ്പിരിച്വൽ അതോറിറ്റി നിൽക്കുകയാണ് എന്ന വെളിപ്പാടിൽ കർത്താവ് നിൽക്കുന്നു. കർത്താവ് അവനെ തൊട്ട് സൗഖ്യമാക്കുന്നു. വാക്യം 4 വായിച്ചു. പെട്ടെന്ന് വിളിച്ചു വായിക്കും. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാണ് മോശ കൽപ്പിച്ച വഴിപാട് കൽപ്പിക്കാൻ പറഞ്ഞത്? കാരണം ആ യുഗം അവസാനിക്കുന്നത് യേശുവിന്റെ കാൽവരി മരണത്തോടു കൂടിയാണ്. അപ്പൊ കാൽവരി മരണം വരെ നിലനിൽക്കുന്നത് ന്യായപ്രമാണ യുഗമാണ്. ആ യുഗം വരെ മോശയുടെ വഴിപാടാണ്, മോശ കൽപ്പിച്ച കൽപ്പനകളാണ് നിൽക്കുന്നത്. കർത്താവ് ന്യായപ്രമാണത്തെ നീക്കാനല്ല വന്നത്, നിവർത്തിക്കാനാണ് വന്നത്. ഡിവൈൻ ട്രൂത്തുകളുടെ വെളിപ്പാടകത്ത് കർത്താവ് നിലനിർത്തിക്കൊണ്ട് അവനോട് സംസാരിക്കുന്നു. നമ്മളിലും അതാത് യുഗത്തിന്റെ വെളിപ്പാടുകൾ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാം പാർട്ടിലേക്ക് ഞാൻ വരികയാണ്. ഒന്നാം പാർട്ട് യഹൂദനെ തൊട്ടു. യഹൂദനിൽ ക്രിസ്തു ആരാന്നറിഞ്ഞവനെ തൊട്ടു, കൈകൊണ്ടവനെ തൊട്ടു. നമ്മുടെ കർത്താവിന്റെ മഹത്വകരമേറിയ സ്പർശനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇനി നിങ്ങൾ അഞ്ചാം വാക്യം മുതൽ അതിന്റെ 13-ാം വാക്യം വരെയുള്ള വാക്യങ്ങളിൽ ഒന്ന് വായിച്ച് 5-ാം വാക്യം മുതൽ നിങ്ങൾക്ക് അറിയാവുന്ന മനോഹരമായൊരു പാട്ടൊക്കെ പുറത്തു വന്നിട്ടുള്ള ഭാഗമാണ്. ആ ഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഭാഗം എങ്ങനെയാണെന്ന് 5-ാം അധ്യായത്തിലേക്ക് വന്നേ നിങ്ങൾ. 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വന്നേ. അവൻ കവർന്നഭൂമിയിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പെട്ടെന്ന് പറഞ്ഞേ. ശതാധിപനാവൻ. ശതാധിപൻ, അതെനിക്ക് മനസ്സിലായി. ശതാധിപനും ആദ്യത്തെ വാക്യത്തിലുള്ള വ്യക്തി, ഈ വ്യക്തി തമ്മിലുള്ള വ്യത്യാസം വന്നതല്ല, വ്യക്തികളുടെ പൊസിഷനിലുള്ള, അല്ലെങ്കിൽ അവരുടെ, ഇനി ഞാൻ തിരിച്ചു പോയി നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുവൻ യഹൂദനാണെങ്കിൽ മറ്റൊരുവൻ ജാതിയാണ്. ശതാധിപൻ ജാതിയനാണ്. മുമ്പ് വന്നവൻ കുഷ്ഠരോഗി ജാതിയനാണ്, യഹൂദനാണ്. അവന്റെ അകത്തുള്ളത് മത്സരമാണ്, അവന്റെ അകത്തുള്ളത് അനുസരണക്കേടാണ്, അവന്റെ അകത്തുള്ളത് കുഷ്ഠമാണ്. എന്നാൽ ജാതിയന്റെ കുഴപ്പം എന്താ? ജാതിയൻ തളർവാദം പിടിച്ചു കിടക്കുകയാണ്. അവന്റെ പ്രശ്നം എന്താ? അവൻ പ്രവർത്തനരഹിതനാണ്. ജാതിയൻ, യഹൂദൻ പറഞ്ഞു നീ എന്നെ തൊട്ടു സൗഖ്യമാക്കണം. ജാതിയൻ പറയുന്നു നീ എന്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് പറഞ്ഞാൽ നിന്റെ വാക്കിലൂടെ വ്യാപരിക്കുന്ന അധികാരത്തിലൂടെ എന്റെ കുടുംബത്തിൽ കിടക്കുന്ന, എന്റെ ഭവനത്തിനകത്തിരിക്കുന്ന ബാല്യക്കാരന് സൗഖ്യം വരും. അടുത്ത ശതാധിപന്റെ പ്രത്യേകത, അവൻ വിശ്വാസമുള്ളവനാണ്, അവൻ അധികാരത്തിൽ വിശ്വസിക്കുന്നവനാണ്, അവൻ വിശ്വാസത്തിൽ നിൽക്കുന്നവനാണ്, അവൻ അധികാരത്തിൽ നിൽക്കുന്നവനാണ്. അവൻ സ്പർശനത്തിന്റെ പുറകെയല്ല, അവൻ വിശ്വസിക്കുന്നത് ഫെയ്ത്തിനകത്തും അധികാരത്തിനകത്തും വിശ്വസിക്കുന്നു. വെളിപ്പെട്ടു വരുന്ന കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിൽ അവൻ വിശ്വസിക്കുന്നു. കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അതിന് അർത്ഥം മനസ്സിലാക്കുന്നുണ്ടോ? യഹൂദൻ സ്പർശനത്തിന് പ്രാധാന്യത കൊടുക്കുമ്പോൾ ജാതിയൻ പ്രാധാന്യത കൊടുക്കുന്നത് സ്പർശനത്തിനല്ല, വായിലൂടെ വരുന്ന വചനത്തിനാണ് പ്രാധാന്യത കൊടുക്കുന്നത്. കർത്താവ് ഇവിടെ ആരെയാണ് പ്രോത്സാഹിപ്പിച്ചത്? കർത്താവ് പറഞ്ഞു ഇസ്രായേലിൽ പോലും, അവർ വാക്യമില്ല അവിടെ, ഇസ്രായേലിൽ പോലും. അവന്റെ 10-ാമത്തെ വാക്യം വായിക്കൂ. ഞാൻ ഓടിച്ചു പോവുകയാണ്. 10-ാമത്തെ വാക്യം കേട്ടിട്ട് യേശു അതിശയിച്ചു പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കണ്ടപ്പോ വിജാതീയർ കർത്താവിന്റെ അധികാരം തിരിച്ചറിഞ്ഞു, അവന്റെ വാക്കിന്റെ അധികാരം തിരിച്ചറിഞ്ഞു. അവർ അവന്റെ വചനത്തിലും രക്ഷകന്റെ വാക്കിലും രക്ഷകന്റെ അധികാരത്തിലും വിശ്വസിച്ചു. ഇത് രക്ഷകനെ അത്ഭുതപ്പെടുത്തി. കേൾക്കുന്നുണ്ടോ? താലങ്ങും മേലങ്ങും രക്ഷകൻ നടന്ന വാക്കുകൾ പറഞ്ഞിട്ടും വിശ്വസിക്കാതെ രക്ഷകൻ പറയുന്ന വാക്കുകളുടെ പുറത്ത് അവനെ കൊല്ലുവാൻ യഹൂദൻ നടക്കുമ്പോൾ
രക്ഷകന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന്റെ ശക്തി മനസ്സിലാക്കി അതിന്റെ അധികാരം തിരിച്ചറിഞ്ഞ ജാതിയെ നോക്കിക്കൊണ്ട് തമ്പുരാൻ പറയുകയാണ്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല, ഇത്ര വലിയൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. വിജാതീയർ യേശുക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തിയും അധികാരവും തിരിച്ചറിഞ്ഞു. ആ വിജാതീയർ നമ്മളാണ്. ഒരാമയം പറയാമെങ്കിൽ പറഞ്ഞ കർത്താവിന്, നമ്മളെ കർത്താവ് വീട്ടിൽ വന്ന് തൊട്ടിട്ടല്ല നമ്മൾ കർത്താവിലേക്ക് തിരിഞ്ഞത്. വ്യാപരിച്ച് അഭിഷേകത്തിൽ ക്രിസ്തുവിൽ വ്യാപരിച്ച രാജകീയ അഭിഷേകത്തിൽ അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിനകത്തുള്ള നോക്കിയേ ആ അധികാരത്തിൽ വിശ്വസിച്ച വിശ്വാസത്താൽ പുറപ്പെട്ട വചനത്തിൽ വിശ്വസിച്ച വിശ്വാസമാണ് നമ്മെ കർത്താവിലേക്ക് തിരിച്ചത്. ഞാനീ പറഞ്ഞ ആശയത്തിന്റെ മഹിമ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്ക്? യേശുക്രിസ്തുവിന്റെ മേൽ വീണ അഭിഷേകം നോക്കിയ പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവ് യോർദാൻ കടവിൽ ബത്വാറ കടവിൽ നിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ തലമേൽ രാജകീയ അഭിഷേകം ഇറങ്ങി വന്നപ്പോൾ കണ്ടുനിന്നവർ കേട്ടുനിന്നവർ ഒരു ശബ്ദം കേട്ട്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ ശബ്ദം കേട്ടവരാരും തിരിച്ചറിഞ്ഞില്ല ഇവന്റെ വാ ഇനി അധികാരമുള്ള വായാകാൻ പോവുകയാണ്, ഇവന്റെ വാ ഇനി ജാതികളെ സൗഖ്യമാക്കാൻ പോവുകയാണ്. അവർ തിരിച്ചറിഞ്ഞില്ല യഹൂദന് ദൈവം നൽകിയ ന്യായപ്രമാണ പ്രകാരം തൊട്ടവനെ പാളയത്തിന് പുറത്താക്കത്തക്ക നിലവാരത്തിൽ കുഷ്ഠരോഗത്തിന്റെ ശക്തി എത്ര കഠോരമാണ്. കുഷ്ഠരോഗത്തിന്റെ ശക്തിയെ പൊട്ടിച്ച് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന അധികാരം തുറക്കുന്ന അഭിഷേകമാണ് തലമേൽ വീണതെന്ന് കണ്ടു നിന്നവരറിഞ്ഞില്ല. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ കർത്താവ് പിടിച്ചെടുത്ത് സഭയിൽ കൊണ്ടുവന്ന് നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തെ കുറിച്ച് വല്ല പിടുത്തമുണ്ടോ? ഒരു പിടുത്തവും ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ തിരിച്ചറിയണം, നിങ്ങളുടെ മേൽ വീണ അഭിഷേകം, നിങ്ങളുടെ മേൽ വീണ അഭിഷേകം കുഷ്ഠരോഗിയെ മത്സരഗ്രഹത്തെ തൊടുന്നതാണ്. നിങ്ങളുടെ മേൽ വീണ അഭിഷേകം അത് പ്രവർത്തനരഹിതനായി കിടക്കുന്ന, അത് തളർന്നു കിടക്കുന്ന, ആർക്കും പ്രയോജനമില്ലാതെ, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ തളർന്നു കിടക്കുന്നവനെ പോലും തൊടുന്നതാണ് യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച അഭിഷേകം. അതേ അഭിഷേകമാണ് വളരുന്ന നിന്നിൽ തുറക്കാൻ പോകുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി രാമ്യം പറ. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി രാമ്യം പറ. ഒരു 30 സെക്കൻഡ് ഒന്ന് രാമ്യം പറഞ്ഞു, 30 സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്. ഞാനിത് വെറും ഒരു ക്ലാസ് ആയി പോകരുത്, നിങ്ങളുടെ മേൽ ഇതൊരു അഭിഷേകമായി തുറക്കണം, നിങ്ങളുടെ മേൽ അഭിഷേകമായി തുറക്കണം. ക്രിസ്തു ഇത് തൊട്ടെങ്കിൽ, ക്രിസ്തു ഈ ജനത്തെ തൊട്ടെങ്കിൽ, എന്താ കർത്താവ് പറഞ്ഞത്? എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യുമെന്നല്ലേ പറഞ്ഞത്? കാരണം എന്താണ്? എന്റെ മേൽ വീണ അഭിഷേകമല്ലേ അവൻ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. കർത്താവിന്റെ മേൽ വീണ അഭിഷേകമല്ലേ അവൻ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ഒരു മിനിറ്റ് ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചോ. ഷാദൽ ഘടകഥന. ഇത് വെറും ഒരു പഠനം മാത്രമായി പോകരുത്. നിങ്ങളിൽ പരിശുദ്ധാത്മാവ് ഈ റിലങ്ങൾ തുറക്കണം. ഇതിന്റെ വിടുതലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ ആരംഭിക്കണം. ഇതിന്റെ വിടുതലുകൾ നിങ്ങളുടെ തലമുറകളിൽ ആരംഭിക്കണം. ഇതിന്റെ വിടുതലുകൾ നിങ്ങളുടെ സമൂഹത്തിൽ വെളിപ്പെട്ടു വരണം. നിങ്ങളുടെ അയൽവക്കങ്ങളിൽ, നിങ്ങളുടെ ബന്ധുമിത്രാദികളിൽ, നിങ്ങളുടെ കൂട്ടുകാരിൽ, നിങ്ങളുടെ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ഇതിന്റെ മഹത്വകരമായ അനുഭവങ്ങൾ തുറക്കുന്ന സമയം സമാഗതമായിരിക്കുകയാണ്. സഭയ്ക്കകത്ത് ദൈവാത്മാവ്, ദൈവത്തിന്റെ കർത്താവിന്റെ രാജകീയ അഭിഷേകം, കിങ്ഡം അനോയിന്റിംഗ്, കിങ്ഡം മിനിസ്ട്രി, പരിശുദ്ധാത്മാവ് അതിന്റെ മഹിമയിൽ തുറക്കുന്ന സമയമായി, അതിന്റെ മഹിമയിൽ തുറക്കുന്ന സമയമായി ഇന്ന് രാവിലെ അത് വെളിപ്പാടിൽ കണ്ട് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു. ശാപരാധിനാഥനാഥന പ്രൗഷമന ഘടകഥനം അന്തൽ പ്രൗഢമന ഘടകഥന വൈശ പ്രൗഢമന ഘടകഥന ദിരപ്രൗഷമന ഹത്തുരാമന പ്രൗഷമന ഘടകഥന. പരിശുദ്ധാത്മാവേ, ഇന്ന് രാവിലെ അത് വെളിപ്പാടായി അങ്ങയുടെ മക്കളുടെ തുറന്നു കൊടുക്കണമേ. ഞങ്ങളിൽ ആ അഭിഷേകം വളരട്ടെ, ഞങ്ങളിൽ ആ സാന്നിധ്യം വളരട്ടെ, ഞങ്ങളുടെ അകത്ത് വെളിപ്പാട് വളരട്ടെ. ഞങ്ങൾ ക്രിസ്തുവിലാണ്, ക്രിസ്തു ഞങ്ങളിലാണ്, ക്രിസ്തു ഞങ്ങളിൽ രൂപപ്പെടുകയാണ്. ഞങ്ങളിൽ നീതി വെളിപ്പെട്ടു വരുമ്പോൾ, ഞങ്ങളുടെ അവയവങ്ങളിൽ നീതി വെളിപ്പെട്ടു വരുമ്പോൾ ഞങ്ങളിൽ ഈ അഭിഷേകം തന്നെയാണ് ചലിക്കുന്നത്. ഈ അഭിഷേകമായി തുറക്കുന്നതോടുകൂടെ എത്ര കടുപ്പമുള്ള ജാതികളും ദൈവത്തിലേക്ക് തിരിയും. ഷാബന, എത്ര വലിയ അധികാരിയും ദൈവത്തിലേക്ക് തിരിയും. എത്ര വലിയ അധികാരിയും അവൻ ജാതീയനായി എത്ര വലിയ അധികാരമാകട്ടെ, 100 പേർക്ക് അധിപനായ ശതാധിപനാകട്ടെ, നിന്റെ ശതാധിപത്യത്തിനുള്ള അധികാരമല്ല, ഇത് കിങ്ഡം അധികാരമാണ്, ഇത് കിങ്ഡം അതോറിറ്റിയാണ്. ഇത് തുറക്കും. കിങ്ഡം അതോറിറ്റി അവന്റെ മക്കളുടെ മേൽ ദൈവാത്മാവാടത്തിൽ തുറക്കുകയാണ്. ശാബനാഥനാഥന പ്രൗഷമന ഘടകഥന. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഈ വെളിപ്പാടുകൾ തുറക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ആദ്യം യഹൂദനെ തൊട്ടു, പിന്നത്തതിൽ കർത്താവ് ജാതിയെ തൊട്ടു. ആദ്യം കർത്താവ് യഹൂദനെ തൊട്ടു, പിന്നെ കർത്താവ് ജാതിയെ തൊട്ടു. കർത്താവ് മുന്നിൽ ജീവിച്ചപ്പോൾ അങ്ങനെയാണ് നടന്നത്. ആദ്യം കർത്താവ് യഹൂദനെ തൊട്ടു, പിന്നെ കർത്താവ് ജാതിയെ തൊട്ടു.
പ്രവൃത്തിയുടെ പുസ്തകം നിങ്ങൾ വായിച്ചാൽ സഭ ആദ്യം തൊട്ടത് യഹൂദനെയാണ്, പിന്നത്തതിൽ തൊട്ടത് ജാതിയാണ്. വാക്യങ്ങൾ ഞാൻ പറയാം, വായിക്കാൻ സമയമെടുക്കാൻ നേരമില്ല. പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം, പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 46-ാം വാക്യം. ആദ്യം സഭ യഹൂദനെ തൊട്ടു, പിന്നെ സഭ ജാതിയെ തൊട്ടു. ഞാൻ 2-3 വാക്യങ്ങൾ പറയാം, നിങ്ങൾ എഴുതി വെച്ചേരെ. വായിക്കാൻ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ വായിക്കുക, സമയമില്ലാത്തവർ എഴുതി വയ്ക്കുക, ഏതെങ്കിലും കാലത്ത് ആവശ്യം വരുമ്പോൾ വായിക്കാം. പ്രവൃത്തി 3:26, 13:46, റോമാലേഖനം 1:16, 11:11, മത്തായി 8:8, 8:10, 8:13. എഴുതിയ ഒരാൾ വായിച്ചേരെ, ആ നമ്പർ ഒന്ന് വായിച്ചേരെ. സ്നേഹ സിസ്റ്റർ എഴുതുന്നത് കണ്ടു, വായിച്ചു. അല്ലെങ്കിൽ ലിനി സിസ്റ്റർ, ആരിലും ഒരാൾ വായിച്ചു. Acts 3:26, Acts 13:46, Romans 1:16, Romans 11:11, Matthew 8:8, Matthew 8:13. 8:10 ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കൂ, ഇനി നോക്കൂ 12:24. ഓക്കെ, ഇനി നിങ്ങൾ നോക്കി അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ച്. 11-ാം വാക്യം വായിച്ച്. 11-ാം വാക്യം. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിയിലിരിക്കും. അടുത്ത വാക്കൂടെ. രാജ്യത്തിന്റെ പുത്രന്മാരോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഇവിടെ നോക്കിയേ, ഇവിടെ 11-ാം വാക്യത്തിൽ പറഞ്ഞ വാക്യത്തിന്റെ നിവർത്തിയാണ് കൃപയാൽ നമ്മളിൽ വെളിപ്പെട്ടത്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. കണ്ടോ, ഒരു ശതാധിപന്റെ വിശ്വാസം കണ്ടപ്പോൾ, ഒരു ജാതിയന്റെ വിശ്വാസം കണ്ടപ്പോൾ തമ്പുരാൻ ആ മിസ്റ്ററി അങ്ങ് തുറന്നു. തമ്പുരാൻ പറയുകയാണ്, നീ ഒരാളിപ്പോൾ വന്നു സത്യം, പക്ഷേ നിന്റെ പുറകെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനും യാക്കോബിനും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. കണ്ടോ, ഒരു വ്യക്തിയിൽ തുടങ്ങി ഒരു കൂട്ടത്തിലേക്ക് ഈ വെളിപ്പാട് പകരും. ആ വാക്യത്തിന്റെ നിവർത്തിയാണ് നമ്മൾ. യേശുക്രിസ്തു പറഞ്ഞ 8:11 വാക്യത്തിന്റെ നിവർത്തിയാണ് നമ്മൾ. മനസ്സിലായെങ്കിൽ ഒരു ആമ്യം പറഞ്ഞ കർത്താവൻ, മനസ്സിലായെങ്കിൽ ഒരു ആമ്യം പറഞ്ഞ കർത്താവൻ. ഒരു വ്യക്തിയുടെ വിശ്വാസത്തോടു കൂടിയുള്ള വാക്ക് ആ വ്യക്തിയുടെ വീട്ടിൽ സൗഖ്യം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, യുഗങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ദൈവപ്രവൃത്തി തുറക്കുക. ഒരു വ്യക്തിയുടെ വിശ്വാസം, ഒരു വ്യക്തിയുടെ അനുസരണം, ഒരു വ്യക്തിയിൽ തുടങ്ങുന്ന തുറവി ഒരു കാലഘട്ടത്തിലേക്കും 2 ഭൂപ്രദേശങ്ങളിലേക്കും പരക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? നമ്മിൽ ദൈവം പ്രസാദിക്കുന്ന ഒന്ന് തുടങ്ങിയാൽ യുഗങ്ങൾ നിലനിൽക്കുന്ന നിലയിൽ അവനെ ദൈവാത്മാവ് ഒരു അത്ഭുതമാക്കി മാറ്റുമോ? നിങ്ങളിൽ തുടങ്ങുന്നത് നിങ്ങളുടെ രാജ്യത്ത് പരപ്പിക്കുമോ? ഞാൻ കഴിഞ്ഞ ദിവസം മക്കളോട് പറഞ്ഞു, മക്കളെ, അപ്പം ഞാനിങ്ങനെ ഈ ഇടയ്ക്ക് ഇവരോടൊക്കെ സംസാരിക്കാൻ ടൈം കിട്ടുമ്പോൾ ഞാൻ പറയേ, മോനെ, ആർക്കും വേണ്ടാതെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും കിടന്നുറങ്ങി എന്നെ പിടിച്ച് തമ്പുരാൻ കുത്തിപ്പിടിച്ച് എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നപ്പം, പതുക്കെ ഒരു സമർപ്പണത്തിലേക്ക് വന്നപ്പം, എന്തായാലും ഈ ചെറിയൊരു കാലഘട്ടം കൊണ്ട് വലുതൊന്നും ചെയ്തില്ലെങ്കിൽ ചെറുത് കുറെ ചെയ്യാൻ പറ്റി. ഇന്ത്യയിലെ ഏകദേശം 17-18 സ്റ്റേറ്റുകൾ നമ്മൾ കവർ ചെയ്തു കേട്ടോ. 17-18 സ്റ്റേറ്റിൽ കാലുകുത്താൻ കർത്താവ് ഈ 3 വർഷം കൊണ്ട് കൃപ തന്നു. സുവിശേഷ നിമിത്തം പോയതല്ല, അല്ലാണ്ട് മീറ്റിംഗ് നിമിത്തം പോയതല്ല, സുവിശേഷീകരണത്തിന് വേണ്ടി മാത്രം പോയതാണ്. അപ്പം നമ്മുടെ കഴിവൊന്നുമല്ല. അപ്പം എൻ്റെ സംശയം എന്താ അറിയൂ, ഒരു പഠനമില്ലാത്ത, ഒരു കഴിവുമില്ലാത്ത, ഒരു സാമ്പത്തികമില്ലാത്ത എന്നെ പിടിച്ച് കർത്താവ് ഇത്രയും കാര്യം ചെയ്യിപ്പിച്ചെങ്കിൽ നിങ്ങളുടെ അകത്ത് ഇത് തുറക്കുമ്പോൾ കർത്താവ് എന്തൊക്കെ ചെയ്യും? എൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ദൈവം എന്നൊരു കാഴ്ച കാണിച്ചാൽ, ദൈവം എൻ്റെ അകത്തൊരു നിയോഗം തന്ന പിന്നെ ഞാൻ മേലും കീഴും നോക്കുകയില്ല, ഒരാളെ ഞാൻ നോക്കുകയില്ല. അതെൻ്റെ ഒരു പ്രത്യേകത. ഒരാളെ എനിക്ക് ആ വിഷയത്തിൽ പിന്നെ പേടിയില്ല. ഓക്കെ, അപ്പം ഒരൊറ്റ കാര്യം, നിങ്ങളിൽ ഒരു പ്രവൃത്തി ദൈവാത്മാവ് ചെയ്യാൻ തുടങ്ങിയാൽ, ഒന്ന് നിന്നുകൊടുത്താൽ ഈ കാലഘട്ടത്തിൽ നിങ്ങളൊരു അത്ഭുതമായി മാറും.
എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. വാക്യം 13, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ജാതി എന്നോട് പറഞ്ഞു, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. യഹൂദൻ എന്താ ചെയ്തേ? തൊട്ടാൽ സൗഖ്യം, തൊട്ടു സൗഖ്യമാക്കി. ജാതി എന്താ ചെയ്തത്? വിശ്വസിച്ചാൽ സൗഖ്യം, അതുണ്ടാകട്ടെ. വാക്യം 13. ഞാൻ ഇതിനകത്ത് ഈ രോഗസൗഖ്യങ്ങളോ വിടുതലുകളല്ല എൻ്റെ വിഷയം. രാജകീയ അഭിഷേകം തൊടുന്ന 4 മേഖലകളെ പറയുകയാണ്. 15 മിനിറ്റ് കൊണ്ട് ഞാനും ഉണ്ട്. ഇനി അതിന്റെ 14 വാക്യം വായിച്ചു. യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറേ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടു. അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. നിങ്ങളെ വാക്യം ശ്രദ്ധിക്കാൻ വന്നാൽ ഒരു കാര്യം മനസ്സിലാകും. ഇവിടെ നിങ്ങൾക്ക് ഒരു ഭാഗം മനസ്സിലാക്കാൻ പറ്റിയത്, ഈ പത്രോസിന്റെ അമ്മായിമ്മയും യഹൂദ സ്ത്രീയാണ്. അപ്പം യഹൂദനായ കുഷ്ഠരോഗിയുടെ പ്രശ്നം, കുഷ്ഠരോഗിയുടെ പ്രശ്നം, അവൻ മത്സരിയാണ്, അനുസരണം കെട്ടവനാണ്. പക്ഷെ അമ്മായിമ്മയുടെ പ്രശ്നം മത്സരമല്ല. അമ്മായിയുടെ പ്രശ്നം ജ്വരമാണ്, ചൂട് പിടിച്ചേക്കുകയാണ്, പനി പിടിച്ചേക്കുകയാണ് പത്രോസിന്റെ അമ്മായിമ്മ. അപ്പോൾ ഇവിടെ യുഗപരമായി നിങ്ങൾ പഠിച്ചാൽ, 1, യഹൂദനെ തൊടാൻ തുടങ്ങി കർത്താവ് തന്റെ അഭിഷേകം തുറക്കാൻ ആരംഭിച്ചു. യഹൂദനിലാണ് ഇത് തുടങ്ങുന്നത്. 2, ഇത് ജാതിയിലേക്ക് കർത്താവ് കൊണ്ടുപോയി, ജാതീയ ലോകത്തിലേക്ക് കർത്താവ് തുറന്നു. നിങ്ങൾക്കറിയാം, പത്രോസിനെ കാണിച്ചുകൊണ്ടാണ് കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് അയച്ച് കർത്താവ് അത് തുറന്നു. 3 കാണാൻ പറ്റുന്നത്, പത്രോസിന്റെ അമ്മായിമ്മയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇപ്പൊ ഇതിനകത്ത് ഞാൻ ഈ ജാതികളിലേക്ക് വിശ്വാസം പടർത്തുമെന്നുള്ളതിന് വാക്യങ്ങൾ പറഞ്ഞില്ല കേട്ടോ, മറന്നുപോയത് പറയാനായിട്ട്. എഫേസ്യർ 3:6, ഗലാത്യർ 2:8-9, റോമർ 1:13-16 വരെ. എഫേസ്യർ 3:6, ഗലാത്യർ 2:8-9, റോമർ 1:15-16. ഓക്കെ, കിട്ടിയിട്ടില്ലെങ്കിൽ സമയം കഴിയുമ്പോൾ 12:45 കഴിഞ്ഞ് നമുക്ക് ഭാഗം പറയാം. പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് ജ്വരം പിടിച്ചേക്കുന്നു, പക്ഷെ അവളെയും കർത്താവ് സൗഖ്യമാക്കുന്നു. അപ്പൊ ഇവിടെ ശരീരത്തിന്റെ മേൽ പതിവില്ലാത്തൊരു ചൂട്. 14 വാക്യപ്രകാരം പത്രോസിന്റെ വീട്ടിൽ വന്നാറെ, യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറെ. ഇത് നിങ്ങൾ കിങ്ഷിപ്പിൽ നിന്നുകൊണ്ട് കിങ്ഡം റെവലേഷൻ നിങ്ങൾ ധ്യാനിച്ചാൽ, യഹൂദനെ തൊടാൻ തുടങ്ങിയ കർത്താവ്, ജാതീയ ലോകത്തെ തൊട്ട കർത്താവ്, ഒടുവിൽ വീണ്ടും കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ മഹാപീഠം എന്നൊരു കാലഘട്ടം ഉണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അത് പല വ്യാഖ്യാനങ്ങളുണ്ട്, അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒറ്റ കാര്യം ഉറപ്പ്, കർത്താവിന്റെ വരവിന് മുമ്പ് യഹൂദൻ കുത്തിയവെങ്കിലേക്ക് നോക്കും. മതപരമായ യഹൂദ മതത്തിന്റെ ചൂട് നിൽക്കുന്ന യഹൂദൻ കഠോരമായ പ്രശ്നങ്ങളുടെ നടുവിലൂടെ നടക്കുന്ന സമയത്ത് ഒടുവിൽ ഒരു ശേഷിപ്പിനെ കർത്താവിലേക്ക് തിരിക്കേണ്ടവന് കഠിനമായ പീഡയുടെ മടിലൂടെ നടക്കുന്ന യഹൂദൻ കുത്തിയവനിലേക്ക് നോക്കുമ്പോൾ, കുത്തിയവനിലേക്ക് നോക്കുന്ന നോട്ടത്താൽ കർത്താവ് അവർക്ക് വേണ്ടി വെളിപ്പെട്ടു വന്ന യഹൂദന്റെ മേൽ മഹാപീഡനത്തിന്റെ ഒടുവിൽ കർത്താവ് ഒരു രക്ഷാപദ്ധതി കൂടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. റോമാലേഖനം 11:25-26, സെക്കരിയാവിന്റെ പുസ്തകം 12:10. രാജകീയ രക്ഷകന്റെ നേരിട്ടുള്ള സ്പർശനത്താൽ യഹൂദൻ മഹാപീഡനത്തിന്റെ ഒടുവിൽ ദൈവത്തിങ്കിലേക്ക് തിരിയും. ആ യുഗത്തെ പോലും തൊടാൻ കർത്താവിൽ വ്യാപരിച്ച അഭിഷേകത്തിന് ശക്തി വ്യാപരിച്ചു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 3 കാലഘട്ടങ്ങളെ തൊട്ടു കർത്താവ്. 1, യഹൂദനെ തൊട്ടു. 2, ജാതീയ ലോകത്തെ തൊട്ടു. 3, മഹാപീഡന കാലഘട്ടത്തിലുള്ള യഹൂദനെയും തൊട്ടു, ഒരു ശേഷിപ്പിനെ തൊട്ടു. 4ാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഈ സെക്ഷൻ ഇവിടെ നിർത്തുകയാണ്. 8ാം അധ്യായത്തിന്റെ 16 വാക്യം വായിച്ചു വരുമ്പോൾ, കർത്താവിന്റെ അടുക്കൽ അവിടെയുള്ള സകലരെയും കൊണ്ടുവരികയാണ്. അശുദ്ധാത്മാക്കള്, രോഗികള്, സകലരെയും അവരെല്ലാം കൊണ്ടുവന്നവരെ മുഴുവൻ സൗഖ്യമാക്കുകയാണ്. ഓ റബശസ്കനാദിന,
ഇത് സത്യത്തിൽ ഇതിന്റെ നിവർത്തി വെളിപ്പെടുന്നത് സകലരും സൗഖ്യമാക്കുന്ന ഒരു കാലഘട്ടമുണ്ട് കേട്ടോ ഭൂമിയിൽ. ഒരു രോഗി ഭൂമിയിൽ ഇല്ലാത്തൊരു കാലഘട്ടമുണ്ട് കേട്ടോ. ആ കാലഘട്ടം എപ്പോഴാണെന്നറിയാമോ? ആ കാലഘട്ടം നമ്മുടെ കർത്താവ് രാജാതിരാജാവായി ഈ ഭൂമിയെ ഭരിക്കുമ്പോഴാണ്. അവൻ രാജാവായിട്ട് ഈ ഭൂമിയെ ഭരിക്കും. യെശയ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായം, യെശയ്യാവിന്റെ പുസ്തകം 35-ാം അധ്യായം നിങ്ങൾ വായിക്കണം. 35-ന്റെ 5-6 സകല രോഗികളെ സൗഖ്യമാക്കും. ഒരു 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 രോഗി പോലുമില്ലാതെ സകലരെയും സൗഖ്യമാക്കുന്ന ദൈവശക്തിയുടെ വലിയ പ്രദർശനം 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമിയിൽ സംഭവിക്കും. എന്നിട്ട് അവിടെ പറയുകയാണ്, ഇത് പ്രവാചകനാകുന്ന യെശയ്യാവിൽ കൂടെ പറഞ്ഞവന്റെ പ്രവചന നിവൃത്തിയാണ്. വാക്യം 17 പ്രവചന നിവൃത്തിയാണ്. അപ്പോൾ യെശയ്യാവിൽ കൂടെ പറഞ്ഞ പ്രവചന നിവൃത്തിയാണ് സകലരും സൗഖ്യമാകുന്നവർ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അപ്പോൾ യേശുക്രിസ്തു അന്ന് ഈ 4 മേഖലയെ തൊട്ടു. 1, കുഷ്ഠരോഗിയായ യഹൂദനെ തൊട്ടു. 2, തളർവാദ രോഗിയായ ശതാധിപന്റെ ബാല്യക്കാരനെ തൊട്ടു, സൗഖ്യമാക്കി. 3, പത്രോസിന്റെ അമ്മായിമ്മയെ തൊട്ടു, സൗഖ്യമാക്കി. 4, സകലരെയും സൗഖ്യമാക്കി. സകലരെയും സൗഖ്യമാക്കി. രാജകീയ അഭിഷേകത്തിന്റെ 4 ഉൾവ്യാപ്തികളാണ് നാം മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ കണ്ടത്. ഒരു ചെറിയ ചിത്രം നിങ്ങളുടെ അകത്ത് കിട്ടിയോ? ചെറിയ ചിത്രം നിങ്ങളുടെ അകത്ത് കിട്ടിയോ? മിണ്ടുന്നില്ല ആരും. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ചിത്രം തെളിഞ്ഞു വരികയല്ല പാസ്റ്ററെ. ഞങ്ങൾക്ക് കർത്താവ് ഡയറക്റ്റ് വന്നാലേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ യഹൂദനായിപ്പോയി. നിങ്ങളിപ്പോൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളിപ്പോൾ കർത്താവ് ബാല്യക്കാരൻ്റെ ശതാധിപന്റെ തത്തുല്യമായി കർത്താവ് പറയും, നിങ്ങളുടെ വിശ്വാസം വലിയതെന്ന് പറയും. എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട്, പാസ്റ്റർ എന്താണ് പെന്തക്കോസ്തിൽ ഇപ്പോൾ അത്ഭുതങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, കരിസ്മാറ്റിക്കിലാണല്ലോ അത്ഭുതങ്ങൾ നടക്കുന്നത്, ഞങ്ങളല്ലേ സ്നാനപ്പെട്ടത്, ഞങ്ങളല്ലേ രക്ഷിക്കപ്പെട്ടത്, ഞങ്ങളല്ലേ സഭയിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളല്ലേ ദശാംശം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളല്ലേ സകലത്തിന് മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ യഹൂദനെ പോലെയായിപ്പോയി. നിങ്ങളിപ്പോൾ യഹൂദന് അന്നുണ്ടായ അവസ്ഥയിലായിപ്പോയി. ജാതിനായ അവന് ഉപദേശമില്ല, അവന് ന്യായപ്രമാണം അറിയില്ല, അവന് ശാസ്ത്രീയം അറിയില്ല, അവന് ഒന്നും അറിയില്ല. പക്ഷെ അവനൊരു കാര്യം അറിയാം, കർത്താവ് സൗഖ്യമാക്കുമെന്ന് അറിയാം. കർത്താവ് പറയും, നിന്റെ വിശ്വാസം വലിയത്. വലിയ കാര്യമൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് അകത്ത് വിശ്വാസമില്ലാത്ത യഹൂദനേക്കാൾ അകത്ത് കർത്താവിന്റെ വാക്കിലുള്ള അധികാരത്തെ വിശ്വസിക്കുന്ന യഹൂദന്റെ വിശ്വാസം വലിയത്. എൻ്റെ വിഷയം അതല്ല, യഹൂദനും അല്ല എൻ്റെ വിഷയം, ജാതിയുമല്ല എൻ്റെ വിഷയം, പത്രോസിന്റെ അമ്മായിമയും അല്ല എൻ്റെ വിഷയം, മഹാബീനും അല്ല എൻ്റെ വിഷയം, സഹസ്രാവത്തും അല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം ഒരു വ്യക്തിയുടെ മേൽ സ്വർഗം പകർന്ന അഭിഷേകം സമൂഹത്തിൽ ഇത്രയ്ക്കധികം ചലനമുണ്ടാക്കാൻ പറ്റിയെങ്കിൽ ക്രിസ്തു വെളിപ്പാട് നിങ്ങൾ വളരുമ്പോൾ നിങ്ങളിലൂടെ തുറക്കാൻ പോകുന്ന അധികാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നന്ദിയോടെ കർത്താവിന് ആമേൻ പറയണം, നന്ദിയോടെ കർത്താവിന് മഹിമ കൊടുക്കണം. അഭിഷേകം അത് 4 അന്യഭാഷ കൊണ്ട് അവസാനിപ്പിക്കുന്നവല്ല. ഈ പെന്തക്കോസ്തിനകത്ത് ഒരു കുഴപ്പമുണ്ടായി. അഭിഷേകം എന്ന് പറഞ്ഞാൽ അവർ ചിന്തിച്ചു അന്യഭാഷ എന്നാണ്. അഭിഷേകത്തിന്റെ ലക്ഷണം അന്യഭാഷയല്ല, അത് ആത്മസ്ഥാനത്തിന്റെ അടയാളമാണ്. അഭിഷേകം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ദൈവം എന്തിനായിട്ട് കണ്ടിരിക്കുന്നുവോ ഉദ്ദേശം, ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ലക്ഷ്യം നിവർത്തിക്കുവാൻ ദൈവം വേർതിരിക്കുന്നതാണ് അഭിഷേകം. ഞാൻ ഇങ്ങനെ പറയും, അന്ത്യകാലത്ത് കർത്താവ് പരിശുദ്ധാത്മാവ് അയക്കാൻ പോകുന്ന ഉണർവിനകത്ത് നിങ്ങളെ മുഴുവൻ അവൻ പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ 1 മിനിറ്റ് കൂടെ മമ്മി പറഞ്ഞ കർത്താവിന്, ഒറ്റ മിനിറ്റ് കൂടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് മമ്മി പറഞ്ഞ കർത്താവിന് പരിശുദ്ധാത്മാവ് ആ ഒരു വളർച്ചയും ആ ഒരു അഭിഷേകവും ഇന്ന് രാവിലെ നിങ്ങളുടെ മേൽ തുറക്കുകയാണ്. ആ ഒരു വളർച്ചയും അത് 1 ദിവസം കൊണ്ട് 1 സെക്കൻഡ് കൊണ്ട് വെളിപ്പെടുന്നതല്ല. ഇത് ക്രമീകൃതമായിട്ട് നിങ്ങളുടെ അകത്ത് കയറണം. പ്രാർത്ഥിച്ചോ, പരിശുദ്ധാത്മാവ് അത് തുറക്കും. എത്ര വലിയ കഠോരമായ മത്സരികളെയും തൊടുന്നതാണ് ഈ അഭിഷേകം. ഒരു പ്രമാണം അറിയാത്ത ശതാധിപനായ വീട്ടിൽ കിടക്കുന്ന ബാല്യക്കാരൻ, ചലിക്കാൻ കഴിയാത്തവൻ, മരണം മാത്രം മുമ്പിലുള്ളവൻ, അവനെയും തൊടുന്നതാണ് ഈ അഭിഷേകം. ഷാബൽ ഘടകമന അങ്ങനത്തെ ഒരു രാജകീയ അഭിഷേകത്തിലേക്കാണ് ദൈവം നിങ്ങളെ എൻ്റർ ആക്കിപ്പിക്കുന്നത്. ഷബൽ ഘടകം. ഒന്ന് പ്രാർത്ഥിച്ചു. എല്ലാം മൈക്കുവാൻ മുട്ടി ഇത് സ്ഫുടമായിട്ട് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങളുടെ അകത്ത് വളർച്ച സംഭവിക്കും. നിങ്ങളുടെ അകത്ത് അഭിഷേകം തുറന്നിരിക്കും. ഷാബൽ രഗത്തുരാധനാഥന പൗഷപന ഘടകതന അന്തൽ ഘടകതന ഖദുരപന ഘടകതന. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് അത് ആഴത്തിൽ നിങ്ങളുടെ മേൽ തുറക്കട്ടെ. ക്രിസ്തു വെളിപ്പാടുകൾ തുറക്കട്ടെ. മുമ്പിൽ കാണപ്പെടുന്ന, മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്ന വിഷയങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ഡിസ്ട്രാക്റ്റഡ് ആയി പോകാൻ
പോകാതെ, നിങ്ങൾ 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 ഭാരപ്പെട്ടു പോകാതെ നിങ്ങളിലെ അഭിഷേകം തിരിച്ചറിയുക. നിങ്ങളിലെ അഭിഷേകം തിരിച്ചറിയുക. നിങ്ങളുടെ അകത്തൊരു അഭിഷേകം ഉണ്ട് കേട്ടോ, നിങ്ങളുടെ അകത്തൊരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം തിരിച്ചറിയുക. ആ അഭിഷേകം തുറന്നാൽ നിങ്ങളുടെ മുമ്പിലെ വിഷയങ്ങൾ അഭിഷേകം തൊട്ടിരിക്കും. അഭിഷേകം നിങ്ങളുടെ കഴിവല്ല, അഭിഷേകം നിങ്ങളുടെ പ്രാപ്തിയല്ല, അഭിഷേകം നിങ്ങളുടെ പഠനമല്ല. അഭിഷേകം സ്വർഗം തുറക്കുന്നതാണ്. പിതാവാം ദൈവം പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളുടെ മേൽ തുറക്കുന്നതാണ് അഭിഷേകം. ഞാൻ 8-ാം അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ അധ്യായത്തിന്റെ ലാസ്റ്റ് ഭാഗം നിങ്ങൾ വായിച്ചാൽ അവിടെ കർത്താവിന്റെ അടുക്കലേക്ക് വരുന്ന 2 വ്യക്തികളെ കാണാം. ഒന്ന് ഒരു ശാസ്ത്രിയാണ്, മറ്റൊന്ന് ഒരു ശിഷ്യനാണ്. ഒന്ന് ഒരു ശാസ്ത്രിയാണ്, മറ്റൊന്നൊരു ശിഷ്യനാണ്. കർത്താവ് 2 പേര് 2 തരത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ശാസ്ത്രി പ്രത്യേകതവും ഭയങ്കര പഠനമുള്ളവനാണ് ശാസ്ത്രി. ന്യായപ്രമാണം അതിൻ്റെ ഇതള് പൊളിച്ച് പഠിക്കുന്നവനാണ് ശാസ്ത്രി വന്ന് പറഞ്ഞു, കർത്താവ് ഇതൊക്കെ കേട്ട പാവം വന്നു, ഇതൊക്കെ കണ്ട പാവം വന്ന് പറഞ്ഞു, ഇന്ന ഈ യഹൂദൻ്റെ യശ്യാവ് പ്രവചിച്ച പ്രവചന നിവൃത്തിയാതെന്നൊക്കെ പറഞ്ഞ് കർത്താവ് വേടങ്ങ് തെളിയിച്ചു കൊടുത്തപ്പോൾ ഇവൻ ഇതുവരെ തെളിയിച്ചതൊന്നും, ഇവൻ ഇതുവരെ എടുത്തെഴുതിയതും പറഞ്ഞതൊന്നും അല്ല കർത്താവ് പറയണേ. അപ്പോൾ ഇവൻ പറഞ്ഞു, കർത്താവ് ഞാൻ നിന്റെ പുറകെ വരാം, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. കർത്താവ് ഉടൻ തന്നെ പറഞ്ഞു, കർത്താവ് ഇവനെ നിരുത്സാഹപ്പെടുത്തുക. കുറുനരികൾക്ക് കൂടുണ്ട്, ആകാശത്തിലെ പറവുകൾക്ക് കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല. കർത്താവ് അവനെ നിരാകരിക്കുകയാണ്. പക്ഷെ ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് പറഞ്ഞു, കർത്താവേ എനിക്ക് നിന്റെ പുറകെ വരണം, എൻ്റെ അപ്പനെ പോയിട്ട് കുഴിച്ചിടാൻ എനിക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞു. യേശു കൊണ്ട് പറഞ്ഞു, നീ എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. ഒഴിവുകഴിവ് പറഞ്ഞവൻ്റെ അകത്ത് കർത്താവ് ഒരു പ്രശ്നം പറഞ്ഞതിൻ്റെ അടുത്ത് ആ പ്രശ്നം അവർ മരിച്ചവർ കുഴിച്ചത്, നീ എൻ്റെ പുറകെ വരാൻ പറഞ്ഞു. എന്നാൽ വരാമെന്ന് പറഞ്ഞൊരു കർത്താവ് നീ വരണ്ടെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക്? വരാമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവ് ഞാൻ നിന്റെ പുറകെ വരാം. കർത്താവ് നീ 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 വന്നിട്ട് കാര്യമില്ല പറഞ്ഞു, ഞാൻ എൻ്റെ കൂടെ താമസിക്കാൻ സ്ഥലമില്ല. കുറുനീരകൾക്ക് കൂടുണ്ട്, അല്ല കുഴിയുണ്ട്, പിന്നെന്തുവാ പറവുകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തലയാപ്പാൻ ഇടില്ല, അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണ്ട എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒഴിവറിവ് പറഞ്ഞുകൊണ്ട് അടുത്ത് പറഞ്ഞു, നീ എൻ്റെ കൂടെ പോരാൻ പറഞ്ഞു. അപ്പനെ അവർ മരിച്ചോട് കുഴിച്ചിട്ടുള്ളൂ, നീ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അപ്പം രാജകീയ അഭിഷേകത്തിനകത്ത് 4 കാലഘട്ടങ്ങളെ തൊടാനുള്ള കരുത്ത് മാത്രമല്ല, മുമ്പിൽ വരുന്ന വ്യക്തികളെ വിവേചിച്ച് പിതാവിന്റെ ഹൃദയത്തിനകത്തുള്ള ലക്ഷ്യം മനസ്സിലാക്കി അവരെ വിവേചിച്ച് അവരെ നിർത്തേണ്ടിടത്ത് നിർത്താനുള്ള പരിജ്ഞാനം ഈ അഭിഷേകത്തിലുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ മുമ്പിലും പല വിധത്തിലുള്ള ആളുകൾ വരും, പല വിധത്തിലുള്ള ആളുകൾ നിങ്ങളുടെ മുമ്പിൽ വരും. നിർത്തേണ്ടിടത്ത് അവരെ നിർത്താനും നിരാകരിക്കേണ്ടവരെ നിരാകരിക്കാനും. അപ്പൊ നമ്മളെന്തോ കുറെ കാലം ഞാൻ വിചാരിക്കുന്നു, ഒരാൾ ശുശ്രൂഷിക്കുക, ഒരാൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കർത്താവ് സമർപ്പണത്തോടെ ഒരാളെ കൊണ്ടുവന്നല്ലോ. വാക്കിനകത്തല്ല സമർപ്പണം, ഹൃദയത്തിനകത്താണ് സമർപ്പണം. പിതാവുമായിട്ട് ഫെല്ലോഷിപ്പുള്ളവൻ പറയും നീ വന്നാൽ. അപ്പോൾ കർത്താവ് പറയാൻ കാരണം എന്താ? ഇവൻ സൗകര്യം നോക്കി വന്നവനാണ് അവൻ. മറ്റവൻ ആഗ്രഹത്തിലും സമർപ്പണത്തിലും പറഞ്ഞത്, പക്ഷെ വീട്ടിൽ വിഷമമാണ് അവനെ ബാധിച്ചത്. അതുകൊണ്ട് പറഞ്ഞു, മോനെ നീ അത് വിഷമിക്കണ്ട, ആ കാര്യം മരിച്ചവരോടെ ഉണ്ട് കുഴിച്ചിടാൻ, നീ പോന്നോളാൻ പറഞ്ഞു. വിവേചന വരം കർത്താവ് നിങ്ങളുടെ മേൽ ആഴമായിട്ട് തുറക്കും. ഞാൻ എൻ്റെ വാക്കിൽ കൂടി വിരാമം കുറിക്കുകയാണ്, അടുത്ത ഭാഗത്തേക്ക് പോയാൽ തീരുകയില്ല. ഇന്ന് ഇപ്പൊ പറഞ്ഞത് രാജകീയ അഭിഷേകവുമായി മലയുടെ മുകളിൽ നിന്ന് കർത്താവ് ഇറങ്ങി വന്നു, രാജകീയ മിനിസ്ട്രി ആരംഭിച്ചു. എന്നിട്ട് നമ്മൾ പറഞ്ഞത് 4 സുവിശേഷങ്ങളിൽ ഈ സുവിശേഷങ്ങൾ കിടക്കുമ്പോൾ ഈ കാലഘട്ടങ്ങൾ, ഈ സംഭവങ്ങൾ അത് ഉപദേശപരമായിട്ട്, ഹിസ്റ്റോറിക്കലി ഉപദേശപരമായിട്ട് അത് എഴുതിയിരിക്കുന്നത് മത്തായിയാണ്. കാരണം മത്തായിക്ക് രാജാവിനെ തെളിയിക്കണം. അതുകൊണ്ടാണ് മത്തായി അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മത്തായി എഴുതിയപ്പോൾ മത്തായിയുടെ ലക്ഷ്യം ചരിത്രപരമായിട്ട് കാര്യം എഴുതുക എന്നല്ല, യേശുക്രിസ്തുവിന്റെ കിങ്ഷിപ്പ് വെളിപ്പെടുത്തുക, കിങ്ഡം വെളിപ്പെടുത്തുക, കിങ്ഡം റെവലേഷനുകൾ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനകത്തൂടെ 4 കൂട്ടത്തെ കർത്താവ് തൊട്ടു. 4 വ്യക്തി അവിടെ തൊട്ടത്, ഈ 4 കൂട്ടത്തെ സഭ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 4 കൂട്ടത്തെ നമ്മുടെ കർത്താവ് തൊട്ടു, സഭ തൊട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളിലൂടെ കർത്താവ് തൊടും.
അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ രാമ്യം പറഞ്ഞു കർത്താവിന് കരമുയർത്തി രാമ്യം പറഞ്ഞു കർത്താവിന് സ്തോത്രം. അന്ന് 4 കൂട്ടത്തെ കർത്താവ് തൊട്ടു, ഇന്ന് സഭ 4 കൂട്ടത്തെ തൊടുന്നു. ഇതിന്റെ പരിസമാപ്തി സഹസ്രാബ്ദ വാഴ്ചയിൽ വെളിപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞു സകല രോഗികൾ സൗഖ്യമാകുന്ന സഹസ്രാബ്ദ വാഴ്ചയിലാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ തിരിച്ചറിയുക, ഈ ഭൂമിയിൽ ഒരു രോഗിയില്ലാത്ത പട്ടണങ്ങൾ ഉണ്ടായ ചരിത്രമുണ്ട്. ജോൺ ജി ലൈക്കിന്റെ പുസ്തകം വായിച്ചു നോക്ക്. വിശ്വസിച്ചാൽ ഈ തലമുറയിൽ നമ്മിലൂടെ കിങ്ഡം അനോയിന്റിങ് അതിന്റെ മുഴുവ്യാപ്തിയിൽ വെളിപ്പെടും. കർത്താവ് നിങ്ങളെ അതിനായി ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ വിരാമം കുറിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച ക്ലാസ് ഇല്ല, അതിൻ്റെ പിറ്റത്തെ ആഴ്ച. ഇത് എനിക്ക് നിർത്താൻ വിഷമമുണ്ട്, നല്ല ഫ്ലുവൻസിയിൽ വന്ന സമയമാണ്. നോക്കട്ടെ, എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അതിന് ക്രമീകരണങ്ങൾ ചെയ്യാം. കർത്താവ് നിങ്ങൾ ഈ അധ്യായങ്ങൾ വായിക്കണം. നിങ്ങൾ വായിച്ച് ഇതിനകത്തൊരു ഒരു തറ നിങ്ങളുടെ അകത്തുണ്ടാകണം. വിഷയങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് പിന്നെ ഇത് മാർമികമായി കണക്ട് ചെയ്താൽ മാത്രം മതി. വിഷയങ്ങളുമായിട്ട് നിങ്ങളൊരു ബന്ധം ഉണ്ടാകണം. അപ്പോൾ എനിക്ക് കണ്ടമാനം സമയലാഭമുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ലിനി സിസ്റ്റർക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു.